മെയ് 24 ആരംഭിക്കുന്ന സെക്രട്ടറി ടെസ്റ്റിൻ്റെ പ്രിലിംസ് പരീക്ഷയ്ക്കൊക്കെ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനെല്ലാം സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ സെഷനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുകയും GK ക്യാപ്സ്യൂൾ പോലെ പഠിക്കുകയും ചെയ്താൽ ഇനിയുള്ള സമയം കൊണ്ട് നന്നായിട്ട് എഫേർട്ട് ഇട്ടാലും നിങ്ങൾക്ക് പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അതിന് സഹായകമാകത്തക്ക രീതിയിലുള്ള ഒരു ക്യാപ്സ്യൂൾ സെഷനാണിത്. വീഡിയോ മുഴുവൻ കണ്ട് ഈ കണ്ടൻറ്റ് ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ക്യാപ്സ്യൂളായിട്ട് കണ്ടൻറ്റ് കുറച്ചായിട്ട് പഠിച്ച് തീർത്ത് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് മാത്രം പഠിച്ച് തീർത്ത് പോവുകയാണെങ്കിലും നമുക്ക് പ്രിലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് കിടക്കാൻ സാധിക്കും. ഒരു പകുതിയിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ എന്തായാലും പ്രിലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് കിടക്കാൻ പറ്റുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം 2022-ലെയും 2023-ലെയും 2024-ഒക്കെ പ്രിലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 45-52 റേഞ്ചൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പഠിച്ചു പോകാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായിട്ടും കണ്ട് നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഈ സെക്രട്ടറി ടെസ്റ്റിൻ്റെയൊക്കെ പ്രിലിംസിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ ഞാൻ പറഞ്ഞ സ്റ്റഡി പ്ലാൻ പ്രകാരം മുൻവർഷ ചോദ്യങ്ങളും GKയുടെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ സബ്ജക്റ്റിൻ്റെ വീഡിയോ ക്ലാസ് നോട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന അത്രയും രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളൊരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെന്നുള്ളവർ നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വീഡിയോയിലേക്ക് കിടക്കാം. താല്പര്യമുള്ളവർ കോഴ്സ് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. മാത്സിലെ ഒരു ടോപ്പിക്കാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാത്സിൽ ഇന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും. എന്താണ് ലാഭം, എന്താണ് നഷ്ടം, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. ഇപ്പോൾ ഞാനൊരു സാധനം 100 രൂപയ്ക്ക് മേടിച്ചിട്ട് അത് 200 രൂപയ്ക്ക് വിറ്റാൽ എനിക്ക് ലാഭമല്ലേ ഉണ്ടായത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ 1000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് ഒരു 10 രൂപയ്ക്ക് മറിച്ച് വയ്ക്കുവാണെങ്കിൽ എനിക്ക് വലിയ നഷ്ടമല്ലേ ഉണ്ടായത്. സോ ലാഭം എന്താണ്, നഷ്ടം എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. പക്ഷേ ആ കൂട്ടത്തിൽ നമുക്ക് മാത്തമാറ്റിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ലാഭശതമാനവും അതുപോലെ നഷ്ടശതമാനവും. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു സാധനം മേടിച്ചിട്ട് മറിച്ച് വയ്ക്കുമ്പോൾ എനിക്ക് ലാഭമാണ് ഉണ്ടായെങ്കിൽ എൻ്റെ ലാഭശതമാനം കാണാൻ ചോദിച്ചാൽ നമ്മൾ കാണേണ്ടത് ലാഭശതമാനം ഈസ് ഈക്വൽ ടു എത്രയാണോ എനിക്ക് ലാഭം ഉണ്ടായത്. ഇപ്പോൾ 100 രൂപയ്ക്ക് മേടിച്ച ഒരു സാധനം ഞാൻ 200 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ 100 രൂപയല്ലേ എനിക്ക് ലാഭം ഉണ്ടായത്. അല്ലെങ്കിൽ ഞാനിപ്പം 1000 രൂപയ്ക്ക് മേടിച്ച ഒരു സാധനം 3000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ 2000 രൂപയാണ് എനിക്ക് ലാഭം ഉണ്ടായത്. കൂടുതൽ 2000 രൂപ കൂടുതൽ രൂപയ്ക്കല്ലേ വിറ്റത്. അപ്പോൾ എത്രയാണോ എനിക്ക് ലാഭം ഉണ്ടായത് ആ തുക ഡിവൈഡഡ് ബൈ ഞാൻ വാങ്ങിച്ച തുക, ഞാൻ വാങ്ങിച്ച വില, ഞാൻ വാങ്ങിയ വില, ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് ലാഭശതമാനം എന്ന് പറയുന്നത്. ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, ഇതാണ് ലാഭശതമാനം. അതുപോലെ തന്നെ നഷ്ടശതമാനം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു സാധനം മേടിച്ചിട്ട് അതിനേക്കാട്ടിലും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയാണെങ്കിൽ 50 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 40 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ 10 രൂപ എനിക്ക് നഷ്ടമല്ലേ. സോ എത്രയാണോ നഷ്ടമുണ്ടായത് ആ നഷ്ടമുണ്ടായ തുക, നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില, വാങ്ങിച്ച വില ഇൻറ്റു 100, ഇതാണ് എൻ്റെ നഷ്ടശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കാണുന്ന ഫോർമുല എന്ന് പറയുന്നത്. സോ ലാഭശതമാനം എന്ന് പറയുന്നത് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100, നഷ്ടശതമാനം എന്ന് പറയുന്നത് നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതൊന്ന് ഓർത്തിരിക്കുക. ലാഭശതമാനവും നഷ്ടശതമാനവും കാണാനുള്ള ഒരു ഫോർമുലയാണത്, അല്ലെങ്കിൽ ജസ്റ്റ് രീതിയാണ്. നിങ്ങൾക്ക് അല്ലാതെ പെർസെൻറ്റേജ് വെച്ച് തന്നെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരാൾ 400 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി, 400 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ട് 560 രൂപയ്ക്ക് അയാൾ മറിച്ച് വിറ്റു. എങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. 400 രൂപയ്ക്ക് മേടിച്ചിട്ട് 560 രൂപയ്ക്ക് വിറ്റാൽ എന്തായാലും ലാഭമാണല്ലോ ഉണ്ടായത്. എത്രയാണ് ലാഭം ഉണ്ടായത്? ലാഭം ഉണ്ടായത് കാണാൻ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ പോരെ, അല്ലെങ്കിൽ കൂടുതൽ മനസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ എഴുതി വിടാം. 560 മൈനസ് 400, അതാണ് അദ്ദേഹത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത്. എത്രയാണ്? 160 രൂപ. 160 രൂപയാണ് പുള്ളിക്ക് ലാഭം ഉണ്ടായത്. ഇനി പുള്ളിയുടെ ലാഭശതമാനം ചോദിക്കുവാണെങ്കിൽ, ലാഭശതമാനം കാണാൻ നമ്മളൊരു ഫോർമുല നേരത്തെ അല്ലെങ്കിൽ ഒരു രീതി പറഞ്ഞായിരുന്നല്ലോ, ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി, ബാക്കിയൊന്നും ഓർക്കണ്ട. ബാക്കിയെല്ലാം നമുക്ക് പെർസെൻറ്റേജ് വെച്ച് ചെയ്തു പോകാം. ലാഭശതമാനം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ലാഭം ഡിവൈഡഡ് ബൈ ലാഭം എത്രയാണ്? 160 ആണ് ഇവിടെ. 160 ഡിവൈഡഡ് ബൈ എത്ര രൂപയ്ക്കാണ് പുള്ളി വാങ്ങിയത്? 400 രൂപയ്ക്ക്. 160 ഡിവൈഡ് ബൈ 400 ഇൻറ്റു 100, ഇതാണ് പുള്ളിയുടെ ലാഭശതമാനം എന്ന് പറയുന്നത്. ഈ പൂജ്യവും വെട്ടിപ്പോയി 4ഉം 16ഉം 160 വെട്ടിപ്പോയി 40 വരും. ഈസ് ഈക്വൽ ടു 40%. 40% പുള്ളിയുടെ ലാഭശതമാനം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, 40% ലാഭശതമാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരാൾ 200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 215 രൂപയ്ക്ക് മറിച്ച് വിറ്റു. എന്ന് വെച്ചാൽ 200 രൂപയ്ക്ക് മേടിച്ചിട്ട് 215 രൂപയ്ക്ക് വിറ്റു. എങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ലാഭം ഉണ്ടായത് എത്രയാണ്? ലാഭം എന്ന് പറയുന്നത് 215 മൈനസ് 200, അതെന്ന് പറയുന്നത് 15 ആണ്. 15 രൂപയാണ് ലാഭം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം കാണാൻ
ലാഭം ഡിവൈഡഡ് ബൈ ലാഭം 15 ആണ്. 15 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? 200. 15 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100. ഇതാണ് ലാഭശതമാനം. ഈ 0 പോയി ഇതും പോയി. 15% 15/2 വരും. 15/2 7.5% പുള്ളിയുടെ ലാഭശതമാനമെന്ന് മനസ്സിലാക്കുക. സോ എന്താണ് ലാഭശതമാനം, അതെങ്ങനെയാണ് കാണുന്നതെന്നൊരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. PSC പരീക്ഷകളിൽ ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അല്ല, പാടുള്ള ചോദ്യങ്ങളുണ്ട്. ഇനി അടുത്ത ചോദ്യം, 150 രൂപയ്ക്ക് മേടിച്ച ഒരു സാധനം, 150 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം ഒരാൾ 20% ലാഭത്തിൽ വിറ്റാൽ 20% ലാഭത്തിൽ വിറ്റാൽ ആ സാധനത്തിൻ്റെ വിറ്റ വില എത്ര എന്നാണ് ചോദ്യം. നേരത്തെ 10 രൂപയ്ക്ക് മേടിച്ചിട്ട് 20 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര, അങ്ങനെയുള്ള ചോദ്യമായിരുന്നല്ലോ. പക്ഷേ ഇവിടെ ശതമാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 150 രൂപയ്ക്ക് ഒരാൾ ഒരു സാധനം വാങ്ങിച്ചു, അത് 20% ലാഭത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് പെർസെൻറ്റേജ് രീതിയിൽ കാണാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇപ്പം ഈ 150നെ 100% നമുക്കെടുക്കാം. 100% എന്ന് പറയുന്നത് 150 എന്ന് വിചാരിക്കുക. നമ്മൾ ഏതൊരു സാധനമാണെങ്കിലും വാങ്ങിയ വില നമുക്ക് എപ്പോഴും 100% എടുക്കാം. ഏതിനെ വേണമെങ്കിലും 100% എടുക്കാം. കാരണം 20% ലാഭം ഉണ്ടായിരുന്നു. 150നെ 100% എടുക്കാം. അല്ലെങ്കിൽ പോട്ടെ, 150ൻ്റെ 100% എടുക്കണ്ട, അതൊന്ന് വിട്ടേക്ക്. 150നെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. 100% പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. 150 രൂപയ്ക്ക് മേടിച്ച സാധനം 20% ലാഭത്തിൽ വിറ്റ വില കാണാനാണ് പറഞ്ഞേക്കുന്നത്. 150 എടുക്കുക. 150. ഓക്കെ. ഏതൊരു സംഖ്യയുടെയും 10% കാണാൻ ഒരു സ്ഥാനം മാറ്റി ഇവിടെ ഇങ്ങനെയൊന്ന് കുത്തിട്ടാൽ മതി. എന്ന് വെച്ചാൽ 150ൻ്റെ 10% എന്ന് പറയുന്നത് 15 ആണ്. 150ൻ്റെ 10% 15 ആണ്. 150ൻ്റെ 10% 15. അതുപോലെ ഇപ്പം ഒരു 720 ആണെങ്കിലും 720ൻ്റെ 10% 72 ആണ്. 666 ആണെങ്കിൽ അതിൻ്റെ 10% 66.6 ആണ്. ഇനി 1% ആണെങ്കിൽ 2 സ്ഥാനം മാറ്റി കുത്തിടണം. 6.66 ആയിരിക്കും. അങ്ങനെയൊക്കെ ഓർത്താൽ മതി. അപ്പം ഏതൊരു സംഖ്യയുടെയും 10% കാണാൻ ഒരു സ്ഥാനം മാറ്റി ഒരു ഡെസിമൽ ഇട്ടാൽ മതി, കുത്തിട്ടാൽ മതി. അപ്പോൾ 15 ആണ് 150ൻ്റെ 10%. 10% 15 ആണെങ്കിൽ 20% എത്രയായിരിക്കും? 10 × 2 അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയല്ലേ? 20% എന്ന് പറയുന്നത് 15 × 2 30 ആയിരിക്കും. 10% 15 ആണെങ്കിൽ 20% എന്ന് പറയുന്നത് ഈ 15ൻ്റെ ഇരട്ടി. എന്ന് വെച്ചാൽ ഇതിനെ 2 കൊണ്ട്, ഈ 10നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 20% വരുന്നത്. അപ്പോൾ 15ന് 2 കൊണ്ട് ഗുണിക്കണം. 15 × 2 30. 20% എന്ന് പറയുന്നത് 30 ആണ്. സോ 150ൻ്റെ 20% എന്ന് പറയുന്നത് 30 ആണ് എന്ന് നമുക്കറിയാം. 30 ആണ് 150ൻ്റെ 20%. ഇവിടെ 20% ലാഭത്തിൽ വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ 30 രൂപ ലാഭത്തിൽ വിറ്റു എന്നാണെന്ന് ഈ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാവുള്ളൂ. സോ 150 രൂപയ്ക്ക് മേടിച്ച സാധനം 30 രൂപ ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില കാണാൻ എന്താണ്? 150 + 30 അല്ലേ? 150 + 30 അതെന്ന് പറയുന്നത് 180 ആണ്. സോ വിറ്റ വില എന്ന് പറയുന്നത് 180 ആണ് എന്ന് മനസ്സിലാക്കുക. ഈ രീതിയിൽ പെർസെൻറ്റേജ് വെച്ച് നമുക്ക് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപോകാൻ സാധിക്കും. സിമ്പിൾ കാര്യമാണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ പാടുള്ള ചോദ്യങ്ങൾ വരും, എന്നാലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 800 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 800 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിറ്റപ്പോൾ 160 രൂപ വിറ്റപ്പോൾ 160 രൂപ നഷ്ടമുണ്ടായി. 160 രൂപ നഷ്ടമുണ്ടായി എങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് ചോദ്യം. നഷ്ടശതമാനം കാണുന്നതിനുള്ള ഫോർമുല എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നഷ്ടശതമാനം എന്ന് പറയുന്നത് നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇവിടെ 160 രൂപയാണ് നഷ്ടമുണ്ടായത്. വാങ്ങിയ വില എന്ന് പറയുന്നത് 800 ആണ്. അതേ ഇൻറ്റു 100 ആണ് നഷ്ടശതമാനം. ഈ 0 ഇതും ക്യാൻസലായിപ്പോയി. അതുപോലെ 16 എത്ര, 160 എത്ര 8 ഉണ്ട്? 2 20% നഷ്ടശതമാനം. നഷ്ടശതമാനത്തിൻ്റെ പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തില്ലായിരുന്നു. ഇതാണ് നഷ്ടശതമാനമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 12% നഷ്ടത്തിന് വിറ്റു. 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 12% നഷ്ടത്തിന് വിറ്റു എങ്കിൽ വിറ്റ വില എത്ര എന്നാണ് ചോദ്യം. വിറ്റ വില എത്ര? 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 12% നഷ്ടത്തിന് വിറ്റു എങ്കിൽ വിറ്റ വില എത്ര എന്നാണ് ചോദ്യം. 1200 രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ് 12% വിറ്റത്. 1200ൻ്റെ 10% എത്രയാണ്? ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. 120 ആണ്. 1200ൻ്റെ 10% എന്ന് പറയുന്നത് 120 ആണ് എന്ന് നമുക്കറിയാം അല്ലേ? 10% 120. അതുപോലെ തന്നെ 1% എത്രയാണ്? 1200ൻ്റെ 10% കാണാൻ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. ഇനി 1% കാണാൻ 2 സ്ഥാനം മാറ്റി കുത്തിടുക. 1% എന്ന് പറയുന്നത് 12 ആണ് എന്ന് നമുക്കറിയാം. 1% 12 ആണെങ്കിൽ 2% എത്രയാണ്? 2% എന്ന് പറയുന്നത് 12ൻ്റെ ഇരട്ടി 24 ആണ്.
സോ 10% 120ഉം 2% 24 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 12% എത്രയാണ്? 12% എന്ന് പറയുന്നത് 120 24ഉം 144 1200 രൂപയ്ക്ക് മേടിച്ച സാധനം 144 രൂപ കുറച്ച് വിറ്റു എന്നാണ് ഇതുകൊണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാമല്ലോ, 12% കുറവ് എന്നതുകൊണ്ട്. സോ 1200 രൂപയ്ക്ക് മേടിച്ച സാധനം 144 കുറച്ച് വിറ്റാൽ വിറ്റ വില 1200 മൈനസ് 144, അത് എന്ന് പറയുന്നത് കുറച്ച് നോക്കുമ്പോൾ 1056 എന്ന് ലഭിക്കും. സോ ഈ രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു പോകാം. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് ഒന്നുകൂടെ കേട്ടാൽ മതി. ഇതാണ് ഏകദേശം വാങ്ങിയ വിലയും വിറ്റ വില ശതമാനവും ഒക്കെ കാണാനുള്ള ഫോർമുലയും കാര്യങ്ങളൊക്കെ. അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു സാധനം 640 രൂപയ്ക്ക് വിറ്റപ്പോൾ വിറ്റ വില 640. ഒരു സാധനം 640 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമുണ്ടായി. ഒരു സാധനം 640 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമുണ്ടായി എങ്കിൽ വാങ്ങിയ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 640 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമുണ്ടായി. 640 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമുണ്ടായത് എന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇച്ചിരി പേഴ്സൻറ്റേജിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ 20% നഷ്ടമാണ് ഉണ്ടായത്. 640 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമുണ്ടായി എങ്കിൽ വാങ്ങിയ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വാങ്ങിയ വിലയെ നമുക്ക് 100% ആദ്യം എടുക്കാം. എപ്പോഴും വാങ്ങിയ വിലയെ 100% നമുക്ക് എടുക്കാം. വാങ്ങിയ വില 100%. വാങ്ങിയ വില ഇപ്പം ഒരു എക്സാമ്പിൾ, വാങ്ങിയ വില 100 ആണെങ്കിൽ 20% നഷ്ടമുണ്ടായെന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 രൂപയാണ് വിറ്റ വില, അല്ലേ? വാങ്ങിയ വില ഇപ്പം 200 ആണെങ്കിൽ, വാങ്ങിയ വില 200 ആണെങ്കിൽ 20% നഷ്ടം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു സാധനം മാറ്റി കുത്തിട്ടു. 200ൻ്റെ 10% 20, 20% 40, 160 രൂപയാണ് വിറ്റ വില. അതുപോലെ തന്നെ എത്രയാണ് ഇത്? വിറ്റ വിലയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 240 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമുണ്ടായി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വാങ്ങിയ വില 100% ആണെങ്കിൽ ഈ വിറ്റ വില എന്ന് പറയുന്നത് 80%. കാരണം 20% നഷ്ടമാണ് ഉണ്ടായത്. വാങ്ങിയ വിലയുടെ 80% വിറ്റ വില. ഇനിയിപ്പോൾ 20% ലാഭമാണ് ഉണ്ടായതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ 640 എന്ന് പറയുന്നത് 120% ആയിരുന്നു. എന്ന് വെച്ചാൽ വാങ്ങിയ വിലയുടെ 120% വിറ്റ വില, ലാഭമാണ് ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഇവിടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സോ 80% ഈ 640 എന്ന് പറയുന്നത്. സോ 80/100 ആണ് 80/100 ഓഫ് വാങ്ങിയ വില. വാങ്ങിയ വിലയുടെ 80% ഈ 640 എന്ന് പറയുന്നത്. അപ്പം ഈ വാങ്ങിയ വില കാണാൻ വേണ്ടി 640 ഈ 100 ഇപ്പുറത്തോട്ട് പോകും, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 80. ഈ പൂജ്യവും പോവും. 64 എത്ര 8 ഉണ്ട്? 8 ഗുണം 8 അല്ലേ 64. ഇവിടെ 8 വരും. 8 ഇൻറ്റു 100 800 രൂപയാണ് വാങ്ങിയ വില. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കുക. ഇതാണ് വാങ്ങിയ വില. അപ്പോൾ നമ്മൾ വാങ്ങിയ വിലയാണ് 100% എടുത്ത്. വാങ്ങിയ വിലയെ 100% എടുത്തപ്പോൾ 20% നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ വിറ്റ വില എന്ന് പറയുന്നത് 80% ആയിരിക്കും. ഇനി 20% ലാഭമാണ് ഉണ്ടായെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിറ്റ വില എന്ന് പറയുന്നത് 120% ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു പോകുന്നത്. നെക്സ്റ്റ് ചോദ്യം, ഒരു ടി വി 15% ഡിസ്കൗണ്ടിൽ, ഒരു ടി വി 15% ഡിസ്കൗണ്ടിൽ 11,050 രൂപയ്ക്ക് വാങ്ങിയാൽ 11,050 രൂപയ്ക്ക് വാങ്ങിയാൽ ടി വിയുടെ യഥാർത്ഥ വില, ടി വിയുടെ റിയൽ പ്രൈസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 15% ഡിസ്കൗണ്ടിൽ 11,050 രൂപയ്ക്ക് വാങ്ങി, 15% ഡിസ്കൗണ്ടിൽ. അപ്പോൾ യഥാർത്ഥ വില 100% എടുക്കുക. യഥാർത്ഥ വില 100%. യഥാർത്ഥ വില 100% എടുത്താൽ 15% ഡിസ്കൗണ്ട് വരുമ്പോൾ എത്രയാണ്? 100ൽ നിന്ന് 15 പോവും. 100ൽ നിന്ന് 10 പോയാൽ 90 ഒരു 5 കൂടെ പോയാൽ 85%. 85% ഈ 11,050 എന്ന് പറയുന്നത്. 11,050 എന്ന് പറയുന്നത് 85%. സോ വാങ്ങിയ വില, റിയൽ പ്രൈസ് എത്ര എന്നാണ് കാണേണ്ടത്. റിയൽ പ്രൈസ് ഡിസ്കൗണ്ടല്ലേ കൊടുത്തത്. അപ്പം യഥാർത്ഥ വിലയുടെ എന്ന് ബി എന്നിടാം. യഥാർത്ഥ വിലയുടെ 85% എന്ന് വെച്ചാൽ 85/100 എന്ന് എഴുതാമല്ലോ. 85% ഈ 11,050. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ വില കാണാൻ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥ വില ഈസ് ഈക്വൽ ടു 11,050 ഈ 100 അപ്പുറത്തോട്ട് പോകും, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 85. ഇതാണ് യഥാർത്ഥ വില എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം
13,000 രൂപ വരും. 13,000 രൂപയാണ് ടി വിയുടെ യഥാർത്ഥ വില. ഓക്കെ, ഒരാൾ 2 റേഡിയോ ഒരെണ്ണത്തിന് 2,000 എന്ന വിലയ്ക്ക് വിറ്റു. അയാൾക്ക് 4,000 രൂപ അങ്ങനെ ലഭിച്ചു. ഒരാൾ 2 റേഡിയോ വിറ്റു, ഒരെണ്ണത്തിൻ്റെ വില 2,000 ആയിരുന്നു. അങ്ങനെ 2 വിൽക്കുമ്പോൾ 4,000 ആണല്ലോ കിട്ടുന്നത്. 2 റേഡിയോ വിറ്റു, ഒരെണ്ണത്തിൻ്റെ വില 2,000, മറ്റേതിൻ്റെ വില 2,000, ടോട്ടൽ 4,000 അയാൾക്ക് കിട്ടി. ആദ്യ റേഡിയോ വിറ്റപ്പോൾ അയാൾക്ക് 8% ലാഭവും രണ്ടാമത്തെ റേഡിയോ വിറ്റപ്പോൾ അയാൾക്ക് 8% നഷ്ടവുമാണ് ഉണ്ടായത്. ലാഭം ഉണ്ടാകുന്ന എപ്പോഴാണ്? നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ നമ്മളത് വാങ്ങിച്ച വിലയെക്കാട്ടിലും കൂടിയ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് ലാഭം ഉണ്ടാകുന്നത്. ഈ നഷ്ടം ഉണ്ടാകുന്നത് നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ട് ആ വിലയെക്കാട്ടിലും കുറവ് വിലയ്ക്കാണ് വിറ്റെങ്കിൽ നഷ്ടം ഉണ്ടാകും. നമ്മളിപ്പം 500 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചിട്ട് 300 രൂപയ്ക്ക് വിറ്റാൽ 200 രൂപ നഷ്ടമല്ലേ? അതുപോലെ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇയാൾ ആദ്യത്തെ റേഡിയോ വിറ്റപ്പോൾ 8% ലാഭം ലഭിച്ചത്, രണ്ടാമത്തെ റേഡിയോ വിറ്റപ്പോൾ 8% നഷ്ടവും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അയാൾക്കുണ്ടായ ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയാൾക്ക് ലാഭശതമാനമാണോ നഷ്ടശതമാനമാണോ ഉണ്ടായെന്ന് ആ ചോദ്യത്തിൽ അവർ വ്യക്തമാക്കിയിട്ടില്ല. അതേതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ആ ശതമാനത്തിൻ്റെ ആ കറക്റ്റ് എക്സാക്ട് നമ്പറും നമ്മൾ കണ്ടെത്തണം. വലിയൊരു ചോദ്യമായിട്ട് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നും ഇത് മുഴുവൻ ഇപ്പം ചെയ്തു തീർക്കാനാണ് എന്നൊക്കെ. ആ ചോദ്യം കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരും. ഇതൊരു 10 സെക്കൻഡ് പോലും എടുക്കാതെ ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. മാത്സിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഇനി നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കണം. അതിൻ്റെ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ അവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? ഒരാൾ ഒരു സാധനം വിറ്റു, അല്ലെ? ഒരെണ്ണമല്ല 2 സാധനം വിറ്റു. എന്നാൽ രണ്ടിൻ്റെയും വിറ്റ വില ഒന്ന് തന്നെയാണ്. രണ്ടും 2,000 രൂപയ്ക്കല്ലേ വിറ്റത്. ഇവിടെ 2,000, 4,000, 8% കുറേ സംഖ്യകളൊക്കെ ഉണ്ട്. നിങ്ങളതിൻ്റെ കാമ്പൊന്ന് മനസ്സിലാക്കുക ചോദ്യത്തിൻ്റെ. ഒരാൾ 2 സാധനം വിറ്റു, രണ്ടിൻ്റെയും വിറ്റ വില ഒന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ആദ്യത്തേത് വിറ്റതും 2,000 രൂപയ്ക്ക്, രണ്ടാമത്തേത് വിറ്റതും 2,000 രൂപയ്ക്ക്. അങ്ങനെ വിറ്റ വില ഒന്നായിട്ട് വരുന്ന, ഒരാൾ 2 സാധനം വിൽക്കുമ്പോൾ വിറ്റ വില ഒന്നായിട്ട് വരുന്ന സിറ്റുവേഷനുകൾ അവിടെ ചോദിക്കുന്നത്. ഒരെണ്ണം വിറ്റപ്പോൾ അയാൾക്ക് 8% ലാഭം ഉണ്ടായി, മറ്റേത് വിറ്റപ്പോൾ അയാൾക്ക് 8% നഷ്ടം ഉണ്ടായി. എന്ന് വെച്ചാൽ ആ ഒരു ശതമാനത്തിൻ്റെ നമ്പറും രണ്ടിൻ്റെ സെയിം അല്ലേ? ഒരാൾ 2 സാധനം വിറ്റപ്പോൾ സെയിം വിലയ്ക്ക് 2 സാധനം വിറ്റു. അത് വിറ്റപ്പോൾ ഒരെണ്ണം വിറ്റപ്പോൾ അയാൾക്ക് 8% ലാഭവും മറ്റേത് വിറ്റപ്പോൾ 8% തന്നെ നഷ്ടവും ഉണ്ടായി. ആ ശതമാനത്തിൻ്റെ നമ്പറും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്കുണ്ടായ ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം ഏതാണോ അത് എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യം വരുമ്പോൾ ഒരേ വിലയ്ക്ക് 2 സാധനം വിറ്റിട്ട് ഒരേ ശതമാന കണക്കിൽ ലാഭവും നഷ്ടവും ഉണ്ടാകുമ്പോൾ അയാൾക്ക് എപ്പോഴും, ആ വിൽക്കുന്ന ആൾക്ക് എപ്പോഴും നഷ്ടമാണ് ഉണ്ടാകുന്നത് എന്ന് ഓർത്തോണം. അത് ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ഇത് വരുമ്പോൾ എപ്പോഴും നഷ്ടമായിരിക്കും, നഷ്ടശതമാനമായിരിക്കും വരുന്നത്. ആ നഷ്ടശതമാനം എന്ന് പറയുന്നത് എത്ര ശതമാനമാണോ ഒരെണ്ണം വിറ്റപ്പോൾ ലാഭം ഉണ്ടായത്, അല്ലെങ്കിൽ എത്ര ശതമാനമാണോ ഒരെണ്ണം വിറ്റപ്പോൾ നഷ്ടമുണ്ടായത്, ആ ശതമാനത്തിൻ്റെ ആ നമ്പറിൻ്റെ സ്ക്വയറെ ഡിവൈഡഡ് ബൈ 100, അതാണ് ഉത്തരം. ഇവിടെ 8 കൊടുത്തേക്കുന്നത്. 8 ഒരെണ്ണം വിറ്റപ്പോൾ 8% ലാഭവും മറ്റേത് വിറ്റപ്പോൾ 8% നഷ്ടവുമാണ്. അങ്ങനെയാണെങ്കിൽ 8ൻ്റെ സ്ക്വയറെ ഡിവൈഡഡ് ബൈ 100. 8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64. 64 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത് എത്രയാണ്? 0.64% ആണ് അദ്ദേഹത്തിൻ്റെ നഷ്ടശതമാനം. വേറെ 4,000 2,000 ഒന്നും നോക്കണ്ട, സിമ്പിളായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കും. നിങ്ങൾ ആ ചോദ്യത്തിന്, ആ ടൈപ്പ് ചോദ്യങ്ങളുടെ ഒരു ഇത് മനസ്സിലാക്കുക. ഒരാൾ 2 സാധനങ്ങൾ വിൽക്കുമ്പോൾ വിറ്റതിൻ്റെ വില സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഒരെണ്ണം വിൽക്കുമ്പോൾ ഇതുപോലെ 8% ലാഭവും മറ്റേത് വിറ്റപ്പോൾ 8% നഷ്ടവും, ഇനി 9% ലാഭവും മറ്റേത് വിറ്റപ്പോൾ 9% നഷ്ടവും. അങ്ങനെ ആ നമ്പറുകളും സെയിം ആയിരിക്കണം. വിറ്റ വിലയും സെയിം ആണെങ്കിൽ എപ്പോഴും അയാൾക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. ആ നഷ്ടശതമാനം എന്ന് പറയുന്നത് എത്രയാണോ അയാളുടെ ആ ഒരെണ്ണം വിൽക്കുമ്പോൾ ഉണ്ടായ ലാഭശതമാനത്തിൻ്റെ നമ്പർ, അല്ലെങ്കിൽ ഒരെണ്ണം വിൽക്കുമ്പോൾ ഉണ്ടായ നഷ്ടശതമാനത്തിൻ്റെ നമ്പർ, അത് സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും അയാൾക്കുണ്ടായ നഷ്ടശതമാനം. ഇത്രയും ഓർത്താൽ മതി. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചോദ്യം വന്നാൽ ഒത്തിരി ഒന്നും ഇനി ഭയങ്കരമായിട്ട് ചെയ്തു പോകാനൊന്നും ശ്രമിക്കേണ്ട. ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്തു പോയാൽ മതി. ഒരാൾ 2 വീടുകൾ ഒരെണ്ണത്തിന് 10 ലക്ഷം എന്ന വിലയ്ക്ക് വിറ്റു. ഒരാൾ 2 വീടുകൾ വിറ്റു, അതിൽ ഒരെണ്ണത്തിൻ്റെ വില 10 ലക്ഷമാണ്, രണ്ടാമത്തിൻ്റെ വിലയും 10 ലക്ഷമാണ്. 2 വീടുകൾ വിറ്റു, ഒരെണ്ണത്തിന് 10 ലക്ഷം എന്ന വിലയ്ക്കാണ് വിറ്റത്. ഒരെണ്ണം വിറ്റപ്പോൾ അയാൾക്ക് 20% ലാഭവും രണ്ടാമത്തേതിൽ അയാൾക്ക് 20% നഷ്ടവും ഉണ്ടായി. എങ്കിൽ അയാളുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ ചോദ്യം വന്നപ്പോൾ ഉള്ള കാര്യം പറഞ്ഞായിരുന്നു. 2 ഒരേ വിലയ്ക്ക് വിറ്റിട്ട് ഒരെണ്ണത്തിൽ ഇപ്പോൾ 20% ലാഭം അല്ലെങ്കിൽ രണ്ടാമത്തേതിൽ 20% നഷ്ടം. ആ രീതിയിൽ ചോദ്യം വരുമ്പോൾ ഒരെണ്ണത്തിൽ ലാഭവും മറ്റേതിൽ നഷ്ടവും, എന്നാൽ നഷ്ടത്തിൻ്റെയും ലാഭത്തിൻ്റെയും നമ്പർ സെയിം ആവുകയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ നഷ്ടശതമാനം? ഇവിടെ ലാഭം അല്ലെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അയാളുടെ നഷ്ടശതമാനമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരാൾ ഒരേ വിലയ്ക്ക് 2 സാധനങ്ങൾ വിൽക്കുകയും ഒരെണ്ണത്തിൽ X% ലാഭവും മറ്റേതിൽ X% നഷ്ടവും ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. ആ നഷ്ടശതമാനം എന്ന് പറയുന്നത് എത്രയാണോ
അയാൾക്ക് ലാഭമുണ്ടായത് ശതമാനം അല്ലെങ്കിൽ നഷ്ടമുണ്ടായ ശതമാനം, അതിൻ്റെ ആ നമ്പർ സ്ക്വയർ ബൈ 100. ഇവിടെ 20 അപ്പം 20 സ്ക്വയർ ബൈ 100 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ 20 × 20 ബൈ 100 അല്ലേ. ഈ പൂജ്യവും വെട്ടിപ്പോയി, ഈ പൂജ്യവും വെട്ടിപ്പോയി. അയാൾക്ക് 4% നഷ്ടമാണ് ഉണ്ടായത്. അയാളുടെ നഷ്ടശതമാനം എന്ന് പറയുന്നത് 4ആണ്. ഒരു വ്യക്തി ഒരു കാറ് 6.5% ലാഭത്തിൽ വിറ്റു. അയാൾ ആ കാർ ഒരു 1250 രൂപ കൂടി കൂട്ടി വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് 19% ലാഭം ലഭിക്കുമായിരുന്നു. എങ്കിൽ അയാൾ ആ കാർ വാങ്ങിയ തുക കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അയാൾക്ക് കോസ്റ്റ് വന്ന അയാളുടെ കോസ്റ്റ് പ്രൈസ്, അയാളുടെ വാങ്ങിയ തുകയാണ് ഇവിടെ കാണേണ്ടത്. ഇവിടെ കോസ്റ്റ് പ്രൈസോ സെല്ലിംഗ് പ്രൈസോ ഒന്നും തന്നിട്ടില്ല. കുറച്ച് ശതമാനവും കൂട്ടി വിറ്റാലുള്ള സംഭവങ്ങളൊക്കെ തന്നിട്ടുള്ളൂ. എപ്പോഴും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള കണക്കുകളിൽ 100% ആയിരിക്കും. എപ്പോഴും കോസ്റ്റ് പ്രൈസ് 100% അല്ലെങ്കിൽ ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണ്. ഇപ്പം 50ൻ്റെ 100% എന്ന് പറയുന്നത് 50 തന്നെയാണ്. ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും 100% എന്നിങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇതുപോലുള്ള കണക്കുകൾ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അയാൾ ഓൾറെഡി 6.5% ലാഭത്തിലാണ് വിറ്റത്. ഓൾറെഡി അയാൾ 6.5% ലാഭത്തിൽ വിറ്റു. ഇപ്പോൾ 100 രൂപയുടെ ഒരു സാധനമാണെങ്കിൽ അയാൾ 106.5 രൂപയ്ക്ക് വിറ്റു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു 1250 രൂപയും കൂടെ കൂട്ടി വിറ്റിരുന്നെങ്കിൽ, ഒരു 1250 രൂപയും കൂടെ അയാൾ കൂട്ടി വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് 19% ആ ലാഭമാകുവാൻ, അയാൾ ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് 19% ആകുമായിരുന്നു. ഓൾറെഡി 6% ലാഭത്തിൽ വിറ്റു. ഒരു 1250 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ അയാളുടെ ലാഭം 19% ആകുമായിരുന്നു. സോ ഈ 6.5-ൽ നിന്ന് 19 ആകാൻ എത്ര ശതമാനമാണ് ഇവിടെ കൂടിയത്? 6.5-ൽ നിന്ന് 12.5 കൂടിയാലല്ലേ 19 ആവുന്നത്. സോ 12.5% അല്ലേ ഈ 1250. സിമ്പിളായിട്ട് എഴുതാമല്ലോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 6% ഓൾറെഡി ലാഭത്തിൽ വിറ്റു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1250 കൂടെ കൂട്ടി വിറ്റിരുന്നെങ്കിൽ അയാളുടെ ലാഭശതമാനം 19 ആകുമായിരുന്നു. എന്ന് വെച്ചാൽ 6.5-ൽ നിന്ന് ഒരു 12% കൂടെ കൂട്ടി വിറ്റാലാണ് 19 ആവുന്നത്. ആ 12%-ന് തുല്യമായിട്ടുള്ള സംഖ്യയാണ് ഈ 1250. സോ 12% ഈ 1250 എന്ന് നമുക്ക് മനസ്സിലാവും. എന്തിൻ്റെ 12%? കോസ്റ്റ് പ്രൈസ്, അയാൾ വാങ്ങിയ തുകയുടെ 12% 1250. ഇവിടെ 12 എന്നെഴുതി 12.5% 12% ഈ 1250 എന്ന് മനസ്സിലാക്കുക. ഇപ്പം 25% തരുവാണെങ്കിൽ നമുക്ക് 100% കാണാൻ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 100% കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിൻ്റെ 12% ഇവിടെ തന്നേക്കുന്നത്. 25% തരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 50% തരുവാണെങ്കിൽ 50% ഓഫ് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ 50% കാണുവാണെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 100% കിട്ടും. ഇവിടെ തന്നിരിക്കുന്നത് 12%. ഇതുപോലെ ഏതെങ്കിലും കണക്കുകളിൽ ഒരു പെർസെൻറ്റേജിൽ 12% തന്നിട്ട് 100% കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 8 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. 25% കാണാൻ തന്നിട്ട് 100% കാണാൻ 4 കൊണ്ട് ഗുണിച്ചാൽ മതിയെങ്കിൽ 25ൻ്റെ പകുതിയായ 12 തന്നിട്ട് 100% കാണണമെങ്കിൽ 8 കൊണ്ട് ഗുണിച്ചാൽ പോരെ, 4ൻ്റെ ഇരട്ടിയായ 8. സോ ആ രീതിയിൽ ഓർത്താൽ മതി. ഇവിടെ 12% ഓഫ് കോസ്റ്റ് പ്രൈസ് 1250 തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 1250 × 8 ആണ്. 1250 × 8 കോസ്റ്റ് പ്രൈസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 1250 × 8 എന്ന് പറയുന്നത് ഏകദേശം 10,000 എന്ന് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടും. സോ അയാളുടെ വാങ്ങിയ തുക എന്ന് പറയുന്നത് 10,000 ആണ്. 250 × 4 1000 ആണെന്നറിയാം. സോ 250 × 8 2000 ആണെന്നറിയാം. 1000 × 8 8000 ആണെന്നറിയാം. അത് രണ്ടോ കൂട്ടിയാലും നമുക്ക് 10,000 കിട്ടും. മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണ് 10,000 എന്നത് കിട്ടിയത്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യം വരുമ്പോൾ ഈ രീതി ചെയ്തോണം. ഇതിനൊക്കെ ഫോർമുലയുണ്ട്, പക്ഷേ ഫോർമുല ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യത്തേത് വിറ്റപ്പോൾ ഇത്ര ശതമാനം ലാഭം കിട്ടി അല്ലെങ്കിൽ നഷ്ടം കിട്ടിയെന്ന് പറയുന്നു. രണ്ടാമത്തേത് ഇച്ചിരി കൂട്ടി വയ്ക്കും, ഇച്ചിരി പൈസയും കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ വേറൊരു ശതമാനം ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ വ്യത്യാസം എത്രയാണോ ആ ശതമാനമാണ് ആ കൂട്ടി വിറ്റ തുക എന്ന് മനസ്സിലാക്കി അത് ഇക്വേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കോസ്റ്റ് പ്രൈസ് കാണാൻ സാധിക്കും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത 1-2 പ്രോബ്ലങ്ങളൂടെ ഇതേപോലെ പറയാം. അത് മനസ്സിലാക്കി പോയില്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നുകൂടെ കേട്ട് നോക്കുക. സിമ്പിളായിട്ട് മനസ്സിലാക്കും. പെർസെൻറ്റേജ് വെച്ച് ഈ രീതിയിൽ ചെയ്തു പോയാൽ ഒരു ഫോർമുല ഇല്ലാതെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഒരാൾ ഒരു സാധനം 20% നഷ്ടത്തിൽ വിറ്റു. അയാൾ ആ സാധനം 12 രൂപ കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ അയാൾക്ക് 10% ലാഭം ലഭിക്കുമായിരുന്നു. എങ്കിൽ അയാളുടെ വാങ്ങിയ വില, അതായത് കോസ്റ്റ് പ്രൈസ് കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20% നഷ്ടത്തിൽ വിറ്റു. എപ്പോഴും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% അല്ലേ. 100% കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. 20% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ
80% രൂപയ്ക്കാണ് അയാൾ വിറ്റത്. എന്ന് വെച്ചാൽ 100 രൂപയാണ് ആ സാധനത്തിൻ്റെ വിലയെങ്കിൽ 80 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. 12 രൂപയും കൂടെ എക്സ്ട്രാ 12 രൂപയും കൂടെ അയാൾ കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ അയാൾക്ക് 10% ലാഭം ലഭിക്കുമായിരുന്നു. 100% എന്ന് പറയുന്നതാണ് കോസ്റ്റ് പ്രൈസ്. 10% ലാഭം ലഭിക്കുമെന്ന് പറയുമ്പോൾ 110% ആയിരിക്കും അയാൾക്ക് 12 രൂപ കൂട്ടി വിറ്റാൽ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത് ശതമാനത്തിൽ പറയുമ്പോൾ 110%. സോ 12 കൂടുമ്പോൾ 80-ൽ നിന്ന് 110-ലേക്കല്ലേ എത്തിയത്. സോ 80-ൽ നിന്ന് എത്ര കൂടിയാലാണ് 110 കിട്ടുന്നത്? 30 സോ 30% ഈ 12 എന്ന് പറയുന്നത്. 30% 12. 30% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് 12 എന്ന് വെച്ചാൽ 30/100 ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് 12 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ അതിൽ നിന്ന് ഈ 100 ഇങ്ങോട്ട് പോയി 30 താഴോട്ട് പോയി നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഈ 100 ഇപ്പുറത്തോട്ട് പോവുക 12 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഈ 30 താഴോട്ട് പോവും 30. ഈ 0 ക്യാൻസലായി 3ഉം 12ഉം വെട്ടി 4 വരും. 4 ഗുണം 10 40 അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് ഈ രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെത്താം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ഒരാൾ ഒരു സാധനം 10% ലാഭത്തിൽ വിറ്റു. അയാൾ ആ സാധനം ഒരു 2000 രൂപ കൂടി കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ അയാൾക്ക് 20% ലാഭം ലഭിക്കുമായിരുന്നു. എങ്കിൽ അയാളുടെ വാങ്ങിയ വില കാണുക എന്നാണ് ചോദ്യം. ഇവിടെ 10% ലാഭത്തിൽ വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 2000 രൂപ കൂടി കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ അയാൾക്ക് 20% ലാഭം ലഭിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ 2000 രൂപ എന്ന് 10-ന് എത്ര കൂട്ടിയാലാണ് 20 ആവുന്നത്? 10 കൂട്ടിയാലാണ്. സോ 2000 രൂപ എന്ന് പറയുന്നത് 10%. 10% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് ഈ 2000 എന്ന് പറയുന്നത്. 2000 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ 10% എന്ന് വെച്ചാൽ 10/100 ഓഫ് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 2000. അങ്ങനെയാണെങ്കിൽ ഇതിപ്പുറത്തോട്ട് പോകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഈ 100 മുകളിലോട്ട് പോകും 2000 ഇൻറ്റു 100. ഇതൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ബൈ ഈ 10 താഴോട്ട് പോകും 10. ഈ 0വും വെട്ടിപ്പോയി 2000 ഇൻറ്റു 10 20,000 എന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഒരു ഫോർമുല പോലും ഇല്ലാതെ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. അടുത്ത ടൈപ്പ് പ്രോബ്ലം ശ്രദ്ധിക്കുക. 20 വസ്തുക്കളുടെ വാങ്ങിയ തുക എന്ന് പറയുന്നത് 18 വസ്തുക്കളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ് എങ്കിൽ ലാഭശതമാനം കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങളിൽ പലരും ഫോർമുലയൊക്കെ പഠിച്ച് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഒരു ഫോർമുലയും വേണ്ട, ഒറ്റ സ്റ്റെപ്പിൽ ഇതുപോലുള്ള ചോദ്യം സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ആ ചോദ്യത്തിൻ്റെ ഘടന ശ്രദ്ധിക്കുക. പുള്ളി 20 വസ്തുക്കൾ ഒരാൾ 20 വസ്തുക്കൾ വാങ്ങിച്ചു. പക്ഷേ ആ വാങ്ങിച്ച വില അയാൾ എത്ര രൂപയ്ക്കാണോ ആ 20 വസ്തുക്കൾ വാങ്ങിച്ചത് ആ വാങ്ങിച്ച വില അയാൾക്ക് 18 വസ്തുക്കൾ വിറ്റ് കഴിഞ്ഞപ്പോൾ കിട്ടി. 18 എണ്ണം വിറ്റപ്പോൾ അയാൾക്ക് കിട്ടി. അപ്പോൾ അയാൾക്ക് 2 വസ്തുക്കൾ ലാഭമായില്ലേ? 2 വസ്തുക്കൾ അയാളുടെ കയ്യിലിരുന്നു. ആ വിറ്റ വില 18 എണ്ണം വിറ്റപ്പോൾ അയാൾക്ക് ആ പൈസയും കിട്ടി. അപ്പോൾ 18 എണ്ണം വിറ്റപ്പോൾ അയാൾക്ക് 2 എണ്ണമാണ് ലാഭം കിട്ടിയത്. ഈ രീതിയിൽ എഴുതണം. 18-ൽ 2 18 എണ്ണം വിറ്റപ്പോൾ 2 എണ്ണമാണ് ലാഭം കിട്ടിയത്. ഇൻറ്റു 100% ആയിരിക്കും അയാളുടെ ലാഭശതമാനം എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പം 18 എണ്ണം വിറ്റപ്പോൾ 2 എണ്ണത്തിൻ്റെ ലാഭമുണ്ടായി. ഇൻറ്റു 100% ആയിരിക്കും അയാളുടെ ലാഭശതമാനം. ഇതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 18-ൽ എത്ര 2 ഉണ്ട്? 18-ൽ 9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/9 ഇൻറ്റു 100 ആണ്. 100/9 10-ൽ എത്ര 9 ഉണ്ട്? 10-ൽ 1 ശിഷ്ടം 1 10 10-ൽ എത്ര 9 ഉണ്ട്? 1 പിച്ചൂർ 1 ഉണ്ട്. 1/9 11 and 1/9 ഇത്രയൊക്കെ ഓപ്ഷൻ വരും. ഇതുപോലത്തെ മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ വരാറുണ്ട്. 11 and 1/9% ആണ് അയാളുടെ ലാഭശതമാനം. ഈ ഫ്രാക്ഷൻ എന്ന് ഓർക്കേണ്ട, ഡയറക്റ്റ് ഉത്തരം കിട്ടുന്ന രീതി ചോദ്യം വരും. അപ്പോൾ അതാണ് ലാഭശതമാനം. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇത്ര വസ്തുക്കൾ വാങ്ങിച്ച തുക അതിനേക്കാട്ടിലും കുറവ് വസ്തുക്കളോ അല്ലെങ്കിൽ കൂടിയ വസ്തുക്കളോ വിറ്റപ്പോൾ അയാൾക്ക് ലഭിച്ചു എങ്കിൽ അയാളുടെ ശതമാനം എത്ര? കുറവ് വസ്തുക്കളാണ് വിറ്റത്. ഇപ്പോൾ 20 വസ്തുക്കൾ വാങ്ങിയ തുകയ്ക്ക് 18 വസ്തുക്കൾ വിറ്റു എങ്കിൽ ലാഭശതമാനം എത്ര എന്ന് ചോദിച്ചാൽ ഈ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ അടുത്ത 1-2 ചോദ്യങ്ങളോട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്ത ചോദ്യം, 20 ബുക്കുകൾ വിറ്റ വിലയ്ക്കാണ് ഒരു കടയുടമ അതുപോലത്തെ 22 ബുക്കുകൾ വാങ്ങിയത്. അപ്പോൾ 20 ബുക്കുകൾ പുള്ളി വിറ്റു. ആ വിലയ്ക്കാണ് ശരിക്കും യഥാർത്ഥത്തിൽ പുള്ളി 22 ബുക്കുകൾ വാങ്ങിയത് എങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര എന്ന് വെച്ചാൽ 22 ബുക്ക് വാങ്ങിച്ച വിലയ്ക്ക് പുള്ളി 20 ബുക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ 20 ബുക്ക് വിറ്റപ്പോൾ 22 ബുക്ക് വാങ്ങിയ വിലയ്ക്കാണ് 20 ബുക്ക് വിറ്റത്. അങ്ങനെയാണെങ്കിൽ 20 ബുക്ക് വിറ്റപ്പോൾ 2 എണ്ണം പുള്ളിയുടെ കയ്യിലിരുന്നില്ലേ? 2 എണ്ണം ലാഭമായില്ലേ? അതേ ഇൻറ്റു
100% ആയിരിക്കും പുള്ളിയുടെ ലാഭശതമാനം. ഈ 0 പോയി ഈ 2 വെട്ടിപ്പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10%. 10 അയാളുടെ ലാഭശതമാനം എന്ന് മനസ്സിലാക്കുക. സിമ്പിൾ കാര്യമാണ്, ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇതിന് വലിയൊരു ഫോർമുലയൊക്കെ പഠിച്ച് പലരും കൺഫ്യൂഷൻ അടിക്കുന്ന സംഭവങ്ങളുണ്ട്. അതൊന്നുമില്ല, ഇതിൽ ഉത്തരം എഴുതാൻ പറ്റും. ഇതുപോലത്തെ ചോദ്യം LDCക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും വിത്തിൻ സെക്കൻഡ്സ്. ഒരു ചോദ്യം കൂടെ നോക്കാം. 16 വസ്തുക്കളുടെ വാങ്ങിയ തുക 12 വസ്തുക്കളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ് എങ്കിൽ അയാളുടെ ലാഭശതമാനം കാണുക. അയാൾ 16 വസ്തുക്കൾ വാങ്ങിച്ചു, ആ തുക അയാൾക്ക് 12 വസ്തുക്കൾ വിറ്റപ്പോഴേ ലഭിച്ചു. എന്ന് വെച്ചാൽ 12 വസ്തുക്കൾ വിറ്റപ്പോൾ 16 ഇത്ര പറഞ്ഞാൽ 12 വരുന്നത് 4 വസ്തുക്കളുടെ ലാഭമുണ്ടായി. 12 എണ്ണം വിറ്റപ്പോൾ 4 എണ്ണത്തിൻ്റെ ലാഭമുണ്ടായി എങ്കിൽ അയാളുടെ ലാഭശതമാനം എന്ന് പറയുന്നത് 12ൽ 4 ഇൻറ്റു 100% ആയിരിക്കും. 12 4 വെട്ടിപ്പോയി. 12 എത്ര 4 ഉണ്ട് 3. 100/3. 100/3 എന്ന് പറയുന്നത് നമുക്കൊരു പ്രമുഖമായ ഫ്രാക്ഷൻ ഉണ്ട്. 33 and 1/3%. ഇതാണ് ഇതിൻ്റെ ഉത്തരമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചോദ്യം ചെയ്തു പോയാൽ മതി. ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഫോർമുല ഒന്നും ഉപയോഗിക്കേണ്ട, പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഞാൻ പറഞ്ഞായിരുന്നു സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ പ്രിലിംസിന് നിങ്ങൾ പഠിക്കേണ്ടത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ച് ആ ഒരു ഭാഗത്ത് ഒരു 40 റേഞ്ചിൽ മാർക്ക് മേടിക്കുകയും ബാക്കിയുള്ള GK മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ പ്രധാനപ്പെട്ട പോയിൻറ്സും വെച്ച് ക്യാപ്സ്യൂൾ പോലെ പഠിച്ചു തീർക്കാൻ. ഇങ്ങനെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്സും അടങ്ങുന്ന PSCയുടെ സ്പെഷ്യൽ എഡിഷനിൽ നിന്നുള്ള നോട്ട്സും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ PDF ഉം പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സും നോട്ട്സും ഇത്രയും കണ്ടൻറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് നമ്മളൊരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെന്നുള്ളവർ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഇട്ടേക്കാം. പിന്നെ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് വേറൊരു ആപ്പാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്ത് ഇന്ന് തന്നെ പഠനം ആരംഭിക്കുക. ഇംഗ്ലീഷിലെ ഒരു ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്കാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ടോപ്പിക്കിൻ്റെ പേര് തന്നെ PSC കൊടുത്തേക്കുന്നത് ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ്. എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 2 തരമുണ്ട്. ആർട്ടിക്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എ, ആൻഡ്, ദ ഇവയാണ്. ഇവ 3 ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എ, ആൻഡ്, ദ. ഇതിൽ എയും ആനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതുപോലെ ദായാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്, ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഇത്രയും കാര്യങ്ങൾ ഏകദേശം കത്തിയല്ലോ. ഇനി ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് എ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ആൻ ഉപയോഗിക്കേണ്ടത്, അതുപോലെ ദ ഉപയോഗിക്കേണ്ട സിറ്റുവേഷനുകൾ ഏതൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായും നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. കുറച്ച് രീതികളും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ചുമ്മാ അങ്ങോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതങ്ങ് മനസ്സിലാക്കിയിരുന്നാൽ, ആ കുറച്ച് റൂൾസ് അങ്ങ് മനസ്സിലാക്കിയിരുന്നാൽ സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ആർട്ടിക്കിൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് അറിയാവുന്ന ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ദ ഉപയോഗിക്കുന്ന ആ രീതിയിൽ സിമ്പിളായിട്ട് ഐഡിയ ചെയ്തെന്ന് കിട്ടുമല്ലോ. അതുപോലെ തന്നെ അത്ര ഡെഫിനിറ്റ് അല്ലാത്ത ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് പൊതുവെ എയും ആനും ഒക്കെ ഉപയോഗിക്കുന്നത് എന്ന ആ ഒരു വർഗീകരണത്തിൽ നിന്ന് തന്നെ, ആ ഒരു 2ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതൊക്കെ വെച്ച് വലിയൊരു എക്സാമ്പിളിലേക്ക് എടുക്കാം. എന്നിട്ട് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഓരോ നിയമങ്ങളും ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആപ്പിൾസിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു ആപ്പിൾസിൻ്റെ കൂട്ടം അല്ലെങ്കിൽ ആപ്പിളുകളുടെ ഒരു ഗ്രൂപ്പ്, 3-4 ആപ്പിളുകൾ അവിടെ കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സിംഗിൾ ആപ്പിൾ നിങ്ങൾക്ക് കഴിക്കാൻ അനുവാദം തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആ ഒരു കാര്യം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നത്? നോക്കിയേ, ഐ വാണ്ട് ടു ഈറ്റ് ആൻ ആപ്പിൾ ഫ്രം ദ ഗ്രൂപ്പ് ഓഫ് ആപ്പിൾസ് എന്നായിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ പോകുന്നത്. കാരണം ഏത് വേണേലും കഴിക്കാം അല്ലേ. ഇവിടെ കൊടുത്തേക്കുന്ന 1ാമത്തെ ആപ്പിൾ വേണേൽ കഴിക്കാം, 2ാമത്തെ ആപ്പിൾ എടുത്ത് കഴിക്കാം, 3ാമത്തെ എടുത്ത് കഴിക്കാം, 4ാമത്തെ എടുത്ത് കഴിക്കാം. ആകെ ഒരെണ്ണം കഴിക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമ്മൾ കഴിക്കും. നമ്മുടെ മുമ്പ് ടേബിളിൽ ഒരു പ്ലേറ്റിൽ നിറയെ ആപ്പിൾ വെച്ചാൽ ഏതെങ്കിലും എടുത്തോ മോനെ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ എടുത്തോ മോളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണം എടുക്കും. ഒരു ചാടി നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ 2-3 ഒക്കെ നമ്മൾ പെറുക്കി എടുക്കുക, അത് വേറെ കാര്യം. അതല്ല ഇവിടെ പറഞ്ഞ് ഒരെണ്ണം എടുക്കാൻ അനുവാദം തന്നാൽ നമ്മൾ ഏത് വേണമെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം റാൻഡമായിട്ട് ഒരെണ്ണം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുന്ന അതുപോലെയൊക്കെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ ഇതുപോലെ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഉപയോഗിച്ചത്. നമ്മൾ അവിടെ ഏതാണ് ഉപയോഗിച്ചത്? ആനാണ് ഉപയോഗിച്ചത് അല്ലേ. ഐ വാണ്ട് ടു ഈറ്റ് ആൻ ആപ്പിൾ ഫ്രം ദ ഗ്രൂപ്പ് ഓഫ് ആപ്പിൾസ്. ഇനി വേറൊരു സിറ്റുവേഷൻ, ഇതുപോലെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആപ്പിൾസ് നിങ്ങൾക്ക് തന്നേക്കുന്നു. അതിൽ നിന്ന്
ഒരു സ്പെസിഫിക് ആപ്പിൾ, ഇപ്പോൾ എക്സാമ്പിൾ ഒന്നാമത് കിടക്കുന്ന ആ ഒരു ആപ്പിൾ നിങ്ങൾക്ക് കഴിക്കാൻ അനുവാദം തരുന്നു. ഒന്നാമത്തെ തന്നെ ആദ്യം ഇരിക്കുന്ന ആ ഒരു ആപ്പിൾ എടുത്തോളുക എന്നാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സെൻറ്റൻസ് നമ്മൾ എങ്ങനെ പറയും? ഐ വാണ്ട് ടു ഈറ്റ് ദ ആപ്പിൾ വിച്ച് ഈസ് അറ്റ് ദ ഫസ്റ്റ് പൊസിഷൻ ഫ്രം ദ ഗ്രൂപ്പ് ഓഫ് ആപ്പിൾസ് എന്നാണ് ആ ഒരു സെൻറ്റൻസ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആപ്പിളാണ് അവിടെ നമ്മളെടുത്ത ഒരു സ്പെസിഫിക് സാധനം. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഡെഫിനിറ്റ് ആയിട്ട് ഇന്നത് എന്ന് വരുന്നിടത്ത് ആ ഒരു നോർമലി ദാ ഉപയോഗിക്കുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എടുത്ത് ഉപയോഗിക്കുന്നത് എന്നൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അത് കിട്ടാൻ വേണ്ടിയാണ് ചുമ്മാ ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞത്. സോ 2 സിറ്റുവേഷൻ പറഞ്ഞു. ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇന്നത് എടുക്കണം, ഫസ്റ്റ് വൺ എടുക്കണം. ഇവിടെ നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കേസിൽ ഒന്നാമത്തെ എടുത്തോളാൻ പറഞ്ഞപ്പോൾ അത് ആ സ്പെസിഫിക് ദ ആപ്പിൾ, ഐ വാണ്ട് ടു ഈറ്റ് ദ ആപ്പിൾ വിച്ച് ഈസ് അറ്റ് ദ ഫസ്റ്റ് പൊസിഷൻ ഫ്രം ദ ഗ്രൂപ്പ് ഓഫ് ആപ്പിൾസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഉള്ളിടങ്ങളിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ദായാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ആനാണ് ഉപയോഗിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എയും ഉണ്ട് ആനും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്തുകൊണ്ട് ഇവിടെ എ ഉപയോഗിച്ചില്ല എന്നൊരു പക്ഷേ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു. ഇവിടെ എ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളും എവിടെയാണ് കറക്റ്റായിട്ട് എ ഉപയോഗിക്കേണ്ടത്, അതുപോലെ എവിടെയാണ് ആൻ ഉപയോഗിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായും പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതൊക്കെയാണ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എയും ആനും ഒക്കെ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അവയുടെ യൂസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഓരോ റൂൾസ്, ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന ഓരോ റൂൾസും ഈ വീഡിയോ കണ്ടു തീരുന്ന സമയം കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോകാൻ ശ്രമിക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു 3 എക്സാമ്പിളുകൾ എഴുതിയിട്ടുണ്ട്. എ ബുക്ക്, എ ഗേൾ, ആൻ ഇങ്ക് സ്റ്റാൻഡ്. അങ്ങനെ ഒരു 3 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ എന്ത് പറയും? ഒരു ബുക്ക്, ഒരു പെൺകുട്ടി, ഒരു ഇങ്ക് സ്റ്റാൻഡ് എന്ന രീതിയിൽ വരുന്ന, ഒരു എന്ന അർത്ഥം വരുന്ന ഒരു രീതിയിലുള്ള കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നവയാണല്ലോ ബുക്കും ഗേളും ഇങ്ക് സ്റ്റാൻഡും ഒക്കെ. 10 ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക 10 എണ്ണം ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഇതെല്ലാം ഒറ്റയൊരെണ്ണേ ഉള്ളല്ലേ. ഒരു എന്നർത്ഥം വരുന്ന, ഒരെണ്ണം വരുന്ന, സിംഗുലർ ആയിട്ട് വരുന്ന, എന്നാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള വസ്തുക്കളാണല്ലേ. വസ്തുക്കളും വ്യക്തികളും ഒക്കെയാണ്. എ ബുക്ക്, എ ഗേള്, ആൻ ഇങ്ക് സ്റ്റാൻഡ്, ഇതൊക്കെ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് എണ്ണാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരെണ്ണമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു എന്ന അർത്ഥത്തിലാണ് വന്നേക്കുന്നത്. സോ ഓർക്കേണ്ടത്, ഒരു എന്ന അർത്ഥത്തിൽ സിംഗുലാർ കൗണ്ടബിൾ നാമങ്ങൾക്ക് മുന്നിൽ, ഒരു എന്ന അർത്ഥത്തിൽ വരുന്ന സിംഗുലാർ കൗണ്ടബിൾ നാമങ്ങൾക്ക് മുൻപിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു, അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഒരു എന്ന അർത്ഥം വരുന്ന സിംഗുലാർ കൗണ്ടബിൾ നാമങ്ങൾക്ക് മുമ്പിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. ഒരു ബുക്ക്, ഒരു ഗേള്, ഒരു ഇങ്ക് സ്റ്റാൻഡ്. സിംഗുലാർ കൗണ്ടബിൾ എന്ന് വെച്ചാൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റങ്ങൾ എന്ന സിംഗുലർ ആയിരിക്കണം. അതുപോലത്തെയുള്ള സിറ്റുവേഷനുകളിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. ഇവിടെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാം. ഇവിടെ ഒരു ബുക്കിന് എ ബുക്ക് എന്നാണ് പറഞ്ഞത്, ഒരു ഗേളിന് എ ഗേൾ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇങ്ക് സ്റ്റാൻഡിൻ്റെ സ്ഥാനത്ത് ആൻ ഉപയോഗിച്ചു. അവിടെ എന്തുകൊണ്ട് എ വന്നില്ല എന്നൊരു പക്ഷേ സംശയം തോന്നാം. അതെന്തുകൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള റൂളുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പയ്യെ മനസ്സിലായിക്കോളൂ. ഇപ്പോൾ ഓർത്തിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. ഒരു എന്ന അർത്ഥത്തിൽ സിംഗുലാർ കൗണ്ടബിൾ നാമങ്ങൾക്ക് മുന്നിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. ഓക്കെ അല്ലേ? ഇവിടെ ഞാൻ കൗണ്ടബിൾ കാര്യം പറഞ്ഞു. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ബുക്ക് എണ്ണി തിട്ടപ്പെടുത്താം, അതുപോലെ മൊബൈൽ ഫോൺ എത്ര എണ്ണം ഉണ്ട്, ഒരു കടയിൽ എത്ര എണ്ണം ഉണ്ട്, എണ്ണി തിട്ടപ്പെടുത്താം. അങ്ങനെയുള്ള എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് ഐറ്റങ്ങളുണ്ടല്ലേ. എന്നാൽ ഈ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിൽക്ക്, ഗോൾഡ്, ഷുഗർ, പാലൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുമോ? പാലൊക്കെ തൂക്കി നോക്കാൻ അങ്ങനെയൊക്കെയല്ലേ പറ്റത്തില്ല. എണ്ണാൻ പറ്റത്തില്ലല്ലോ. ഗോൾഡ് പറ്റത്തില്ല, ഷുഗർ പറ്റത്തില്ല. ഇതൊക്കെ എണ്ണാൻ അങ്ങനെ പറ്റത്തില്ല. ഇതൊക്കെ തൂക്കി നോക്കാനേ പറ്റത്തുള്ളൂ. സോ ഇതുപോലത്തെ അൺകൗണ്ടബിൾ നാമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എയും ആനും ഒന്നും ഉപയോഗിക്കാറില്ല എന്നും ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് എ മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ തരാം നിങ്ങളെ കൺഫ്യൂഷൻ അടിക്കാൻ. അപ്പോൾ അതൊക്കെ തെറ്റാണ് എന്ന് ആ മൊമെൻറ്റിൽ തന്നെ മനസ്സിലാക്കിക്കോണം. അൺകൗണ്ടബിൾ നാമങ്ങളോടൊപ്പം എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാറില്ല എന്നും ഓർത്തിരിക്കുക. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇനി കുറച്ച് എക്സാമ്പിളുകൾ ഞാനിവിടെ എഴുതുവാണ്. എ ബോയ്, എ ഹോസ്, എ ക്യാറ്റ്. അതുപോലെ തന്നെ ആൻ എനിമി, ആൻ ഓറഞ്ച്, ആൻ എലിഫൻറ്റ്. ഇതെല്ലാം ഒരു ബോയ്, ഒരു കുതിര, ഒരു ക്യാറ്റ്, ആ രീതിയിലാണ് വന്നേക്കുന്നത്. അതുപോലെ ഒരു ശത്രു, ഒരു ഓറഞ്ച്, ഒരു എലിഫൻറ്റ്. പക്ഷേ ചിലതിന് മാത്രം എ ഉപയോഗിച്ചേക്കുന്നു, ചിലതിന് മാത്രം ആൻ ഉപയോഗിച്ചേക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഇതിനകത്ത് ഒരു റൂളാണ്, അല്ലെങ്കിൽ കമ്പാരിസൺ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇനി അങ്ങോട്ട് ഞാനിവിടെ പറയാൻ പോകുന്ന എക്സാമ്പിളുകൾ വെച്ച് എവിടെയാണ് എ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ആൻ ഉപയോഗിക്കേണ്ടതെന്ന്.
നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൺസോണൻറ്റ് സൗണ്ടും വവ്വൽ സൗണ്ടും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അറിയാൻ മേലാത്തവർ ഇപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചു പോവുക. കൺസോണൻറ്റ് സൗണ്ടും അതുപോലെ വവ്വൽ സൗണ്ടും. വവ്വൽസ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ എ ഓട്ടോയുടെ പാട്ടിൽ കേട്ടിട്ടുള്ളവർക്കറിയാം. AIOU, AEIOU, ഇതാണ് ഇംഗ്ലീഷിലെ വവ്വൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ AIOU അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാമാണ് ഈ കൺസോണൻസ് എന്ന് പറയുന്നത്. ഓർക്കുക, ഇംഗ്ലീഷിൽ 26 അക്ഷരമുണ്ട് എന്ന് നമുക്കറിയാം. ഇംഗ്ലീഷിൽ ABCDFG അങ്ങനെ 26 അക്ഷരമുണ്ട്. അതിലെ AEIOU ഇവയൊക്കെയാണ് വവ്വൽസ്. ഈ വവ്വൽസ് അല്ലാതെ വരുന്ന ബാക്കിയുള്ളവയാണ് കൺസോണൻസ്. ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് ബേസിക് ഐഡിയ പോലെ ഓർത്തിരിക്കുക. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൺസോണൻ്റ് സൗണ്ടിൽ ആരംഭിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ ഏകവചനത്തെ സൂചിപ്പിക്കാൻ എ ഉപയോഗിക്കുന്നു. കൺസോണൻ്റ് സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ ഏകവചനത്തെ സൂചിപ്പിക്കാൻ എ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വവ്വൽ സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ ഏകവചനത്തെ സൂചിപ്പിക്കാൻ ആൻ ഉപയോഗിക്കുന്നു എന്നും ഓർത്തിരിക്കുക. അപ്പോൾ സൗണ്ടിനാണ് അവിടെ ഇമ്പോർട്ടൻ്റ്, അക്ഷരത്തിനല്ല, സൗണ്ടാണ്. ആ ഒരു ശബ്ദം പ്രൊനൗൺസ് ചെയ്യുമ്പോഴുള്ള ശബ്ദം കൺസോണൻറ്റ് സൗണ്ട് എന്നല്ലേ പറഞ്ഞത്, അതുപോലെ വവ്വൽ സൗണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കൺസോണൻറ്റ് സൗണ്ടിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ഏകവചനത്തെ സൂചിപ്പിക്കാൻ എ ഉപയോഗിക്കുന്നു. വവ്വൽ സൗണ്ടിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ഏകവചനത്തെ സൂചിപ്പിക്കാൻ ആൻ ഉപയോഗിക്കുന്നു. സൗണ്ട് ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിൾ നോക്കി. എ ബോയ്, എ ഹോസ്, എ ക്യാറ്റ്, ഇതിൻ്റെയൊക്കെ ശബ്ദം എങ്ങനെയാണ്? എ ബോയ്, ബായിലല്ലേ തുടങ്ങുന്നത്. വവ്വലിൻ്റെ സൗണ്ടാണോ? എയുടെയോ അല്ലെങ്കിൽ യുവിൻ്റെയോ ഓയുടെയോ ഇയുടെയോ പ്രൊണൗൺസിയേഷൻ വല്ലതും ആണോ? അല്ല. സോ കൺസോണൻറ്റ് സൗണ്ടാണ്, അതുകൊണ്ട് എ ഉപയോഗിക്കുന്നു. കൺസോണൻറ്റ് സൗണ്ടിലാണെങ്കിൽ എ ഉപയോഗിക്കുന്നു, വവ്വൽ സൗണ്ടിലാണെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. ഇനി താഴത്തെ നോക്കി. ആൻ ഓറഞ്ച്, ഓ വവ്വലായ ഓയുടെ ശബ്ദത്തിൽ ഓറഞ്ച് ഓ. അപ്പോൾ വവ്വൽ സൗണ്ട് അല്ലേ, വവ്വൽ സൗണ്ടാണ് വന്നത്. ഓയുടെ ഓറഞ്ച് എന്ന് പറയുന്നത് ഓയുടെ ശബ്ദമാണ്, അപ്പോൾ വവ്വൽ സൗണ്ടാണ്. സോ അതുകൊണ്ടാണ് അവിടെ ആൻ ഉപയോഗിച്ചേക്കുന്നത്. എ ഓറഞ്ച് എന്ന് പറയാതെ ആൻ ഓറഞ്ച് എന്ന് പറയുന്നത് അത് വവ്വൽ സൗണ്ട് ആയതുകൊണ്ടാണ്. പിന്നെ ആൻ എലിഫൻറ്റ് എന്നത് വവ്വൽ സൗണ്ടാണ് അല്ലേ. വവ്വൽ സൗണ്ട് ആയതുകൊണ്ട് ഇവിടെ ഈയിൽ തുടങ്ങുന്നതുകൊണ്ട് മാത്രമല്ല, വവ്വൽ സൗണ്ട് ആയതുകൊണ്ടും കൂടിയാണ് ആൻ വന്നേക്കുന്നത്. സോ വവ്വൽ സൗണ്ട് ആണെങ്കിൽ ആൻ വരും, അതുപോലെ കൺസോണൻറ്റ് സൗണ്ട് ആണെങ്കിൽ എ വരും. അതുപോലെ ആൻ എനിമി എന്ന് പറയുന്ന വവ്വൽ സൗണ്ടിൽ എ എന്ന് പറയുന്ന വവ്വൽ സൗണ്ട് ആണല്ലോ. സോ വവ്വൽ സൗണ്ടിലാണെങ്കിൽ ആൻ വരുന്നു, കൺസോണൻറ്റ് സൗണ്ട് ആണെങ്കിൽ എ വരുന്നു. പിന്നെ എ ഹോസ്, ഹോ, ഹാ, അതൊന്നും വവ്വൽ അല്ലല്ലോ, കൺസോണൻ്റ് ആണല്ലോ. സോ എ വന്നേക്കുന്നു. പിന്നെ ക്യാറ്റ്, ക്യാ എന്ന് പറയുന്നത് ആ രീതിയിൽ വവ്വൽ സൗണ്ട് ഒന്നും അല്ലല്ലോ. സോ അതുകൊണ്ടാണ് അവിടെ എ വന്നേക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട പോയിന്റ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. കൺസോണൻറ്റ് സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ ഏകവചനത്തെ സൂചിപ്പിക്കാൻ എ ഉപയോഗിക്കുന്നു. വവ്വൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ ഏകവചനത്തെ സൂചിപ്പിക്കാൻ ആൻ ഉപയോഗിക്കുന്നു. സൗണ്ടാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. വവ്വൽ സൗണ്ട് ആണെങ്കിൽ എയോ ഇയോ ഐയോ യുവോ ഒക്കെ വരുന്ന വവ്വൽ സൗണ്ട് ആണെങ്കിൽ അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ആനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കൺസോണൻറ്റ് സൗണ്ട് ആണെങ്കിൽ എ ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻ അവർ, ആൻ ഓണസ്റ്റ് മാൻ, ആൻ ഓണറബിൾ മാൻ, ആൻ എയർ. ഇവിടെ ഈ സെൻറ്റൻസ് ഈ വാക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ആൻ അവർ, നമ്മൾക്ക് മലയാളത്തിൽ ഹവർ എന്നൊക്കെ ചിലർ പറയുമായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ആൻ അവർ ആയാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ശബ്ദമാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എച്ച് സൈലൻ്റ് ആയതുകൊണ്ട്, എച്ച് അവിടെ സൈലൻ്റ് ആണ്. എച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെയുള്ള വാക്കുകൾക്ക് മുമ്പിൽ ഏകവചനത്തെ സൂചിപ്പിക്കാനോ ഒരു വസ്തുതയെ സൂചിപ്പിക്കാനോ ഒക്കെ നോർമലി ആൻ ആണ് ഉപയോഗിക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. ആ ഒരു പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്തോണം. എച്ച് സൈലൻ്റായി വരുന്ന വാക്കുകൾക്ക് മുമ്പിൽ ഏകവചനത്തെ സൂചിപ്പിക്കാനോ ഒരു വസ്തുവിനെ സൂചിപ്പിക്കാനോ ഒക്കെ നോർമലി ആൻ ഉപയോഗിക്കുന്നു. ഇവിടെ കൺസോണൻ്റ് ഈ ഒരു ശബ്ദത്തിൽ ഹവർ എന്നുള്ള രീതി ഹവർ എച്ചിൽ തുടങ്ങുന്നുണ്ടെങ്കിലും എച്ച് സൈലൻ്റ് ആണ്. എച്ച് സൈലൻ്റായി വരുന്ന വാക്കുകൾക്ക് മുമ്പിൽ ഓർത്തോണം ഏകവചനത്തെ സൂചിപ്പിക്കാനോ ഒരു വസ്തുവിനെ സൂചിപ്പിക്കാനോ ഒക്കെ ആൻ ഉപയോഗിക്കുന്നുവെന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഇവയിൽ ആൻ വന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ എന്തുകൊണ്ടാണ് വവ്വൽ ഇതിൽ തുടങ്ങിയിട്ടും ആൻ വന്നതെന്നുള്ള സംശയം വരത്തില്ലല്ലോ. അടുത്ത ഒരു റൂൾ നോക്കാം. ചില വാക്കുകൾ ആരംഭിക്കുന്നത് വവ്വൽ ലെറ്ററിൽ ആണെങ്കിലും അവയുടെ പ്രൊനൗൺസിയേഷൻ കൺസോണൻറ്റ് സൗണ്ടിലാകുന്നതിനാൽ എ ഉപയോഗിക്കണം.
ആ ഒരു സെൻറ്റൻസിൽ തന്നെയുണ്ട്, അതിൻ്റെ അർത്ഥം അതങ്ങ് മനസ്സിലാക്കി പോയാൽ മതി. ചില വാക്കുകൾ ആരംഭിക്കുന്ന വവ്വൽ ലെറ്ററിലാണ്. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എ യൂറോപ്യൻ, എ യൂണിറ്റ്, എ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ വവ്വലില്ലേ, ഇയിൽ തുടങ്ങുന്നു. അതുപോലെ യുവിൽ തുടങ്ങുന്നു. എല്ലാം ഇതൊക്കെയാണ്. യൂറോപ്യൻ, എ യൂണിവേഴ്സിറ്റി, എ വൺ ഐഡ് മാൻ, എ ഓജോ ബോർഡ്, എ വൺ റുപ്പി നോട്ട്, എ യൂണിയൻ, എ യൂണിക്കോൺ, എ യൂസ്ഫുൾ, എ യുണീക്ക്. അപ്പോൾ ആ രീതിയിൽ വവ്വൽ സൗണ്ടിലാണ്, വവ്വൽ ലെറ്ററിലാണ് ആരംഭിക്കുന്നത്, വവ്വൽ ലെറ്ററിലാണ് ആരംഭിക്കുന്നത്. എന്നാൽ അവിടെ പ്രൊനൗൺസിയേഷൻ എന്താണ്? കൺസോണൻ്റ് സൗണ്ടിലാണല്ലേ. എ യൂറോപ്യൻ, എ യൂണിവേഴ്സിറ്റി, കൺസോണൻ്റ് സൗണ്ടാണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എ ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഒരു പോയിന്റ് ഓർത്തിരിക്കുക. കൺസോണൻ്റ് സൗണ്ടാണ് വന്നേക്കുന്നത്, പ്രൊനൗൺസിയേഷൻ കൺസോണൻ്റ് സൗണ്ട് ആയതിനാൽ അവിടെ എ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് നോക്കുക. സ്വരാക്ഷരത്തിൽ തുടങ്ങുന്ന അബ്രിവിയേഷന് മുന്നിൽ ആൻ ഉപയോഗിക്കുന്നു. സ്വരാക്ഷരം ഈ ഇപ്പം FH, LM, NR, S, X ഒക്കെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വരാക്ഷരത്തിൽ തുടങ്ങുന്ന അബ്രീവിയേഷന് മുന്നിൽ ആൻ, M സ്വരാക്ഷരം M അറിയാമല്ലോ. സ്വരാക്ഷരത്തിൽ MBA സ്റ്റുഡൻറ്റ്, ആൻ MP, ആൻ MLA, ആൻ MA സ്റ്റുഡൻറ്റ്, ആൻ LD ക്ലർക്ക്, LD ക്ലർക്ക്. അതുപോലെ ആൻ LIC ഏജൻറ്റ്, ആൻ FBI ഏജൻറ്റ്, ആൻ എക്സ്റേ, ആൻ FIR, എ എന്നുള്ള ആ ഒരു ശബ്ദം വരുന്നുണ്ടല്ലോ. സ്വരാക്ഷരത്തിൽ തുടങ്ങുന്ന അബ്രീവിയേഷന് മുന്നിൽ ആൻ ഉപയോഗിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെ ഇതുപോലുള്ള ചുരുക്കി എഴുതുന്നത്. ഇവിടെ നോക്കിയാൽ ആൻ LD ക്ലർക്ക്, LD ക്ലർക്ക്, ആൻ LD ക്ലർക്ക്. എന്നാൽ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ എക്സ്പാൻഷന് മുന്നിൽ, ഇപ്പോൾ ആൻ LD ക്ലർക്ക് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്താൽ എന്താണ്? ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷന് മുന്നിൽ എ അല്ലെങ്കിൽ ദ ഉപയോഗിക്കുന്നുവെന്ന് ഓർത്തിരിക്കുക. അപ്പം ആൻ LD ക്ലർക്ക് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ ദ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയണമെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതുപോലെ MP എന്ന് പറയുന്നത് എന്താണ്? മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അല്ലെങ്കിൽ ദ മെമ്പർ ഓഫ് പാർലമെൻ്റ് എന്ന് സിറ്റുവേഷൻ അനുസരിച്ച് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്ന് ഓർത്തിരിക്കുക. അപ്പം അബ്രീവിയേഷൻ ആണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ എന്താ പറയുക, ആൻ ഉപയോഗിക്കുന്നു. സ്വരാക്ഷര ശബ്ദത്തിൽ തുടങ്ങുന്ന ഇതുപോലുള്ള അബ്രീവിയേഷനൊക്കെ മുന്നിൽ ആൻ ഉപയോഗിക്കുന്നു. എന്നാൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷന് മുന്നിൽ എ അല്ലെങ്കിൽ ദ കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇവിടെ ആൻ LD ക്ലർക്ക് എന്ന് ഉപയോഗിച്ചേക്കുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ ദി ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം അടുത്ത റൂളായിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, മിസ്റ്റർ, മിസ്സിസ്, മിസ് എന്നിവയ്ക്കൊക്കെ മുന്നിൽ ചില അവസരങ്ങളിൽ എ ഉപയോഗിക്കുന്നു. എ മിസ്റ്റർ ജോൺ ഹാസ് കം ടു സീ യു എന്നൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ജോൺ ആരാണെന്ന് പറയുന്ന ആളിന് അറിയത്തില്ല. അപ്പം എ മിസ്റ്റർ ജോൺ എന്ന് ഉപയോഗിക്കുന്നു, പറയുന്ന ആളിന് അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഓർത്തു വേണം. അപ്പം മിസ്റ്റർ, മിസ്സിസ്, മിസ് ഇവയ്ക്കൊക്കെ മുമ്പിൽ ചില സ്പെസിഫിക് സിറ്റുവേഷനിൽ മാത്രം എ ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജോൺ ആരാണെന്ന് പറയുന്ന ആളിന് അറിയത്തില്ല. അതുകൊണ്ട് എ മിസ്റ്റർ ജോൺ ഹാസ് കം ടു സീ യു. ഒരു മിസ്റ്റർ ജോൺ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള സിറ്റുവേഷനുകളിൽ എ ഉപയോഗിക്കുന്നുവെന്ന്, മിസ്റ്റർ മിസ്സിസിൻ്റെ ഒക്കെ മുന്നിൽ എ ഉപയോഗിക്കുന്നുവെന്ന് ആ റൂളെന്ന് ഓർത്തിരിക്കുക. അടുത്ത് എവറി എന്ന അർത്ഥം, എവരി എന്ന അർത്ഥത്തിൽ എ അല്ലെങ്കിൽ ആൻ എന്നിവയും ഉപയോഗിക്കുന്നു. എക്സാമ്പിളോടെ കൊടുത്തിട്ടുണ്ട്. ഹീ ഗെറ്റ്സ് ₹3000 എ മന്ത്. കണ്ടോ, എല്ലാ മാസവും. എവരി മന്ത് എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ അല്ലേ. ഹിയർ എ മന്ത് മീൻസ് എവരി മന്ത്. അപ്പോൾ എല്ലാ മാസവും എന്ന് വരുന്ന എവരി എന്ന അർത്ഥത്തിൽ വരുന്ന സിറ്റുവേഷനിൽ ചിലപ്പോഴൊക്കെ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു, സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മുടെ റൂൾ അനുസരിച്ച്. അപ്പോൾ ഹീ ഗെറ്റ്സ് ₹3000 എ മന്ത് മാ. അപ്പോൾ ആ രീതിയിൽ അതായതുകൊണ്ടാണ്, കൺസോണൻ്റ് ആയതുകൊണ്ടാണ് എ വന്നേക്കുന്നത്. ഹീ ഗെറ്റ്സ് ₹3000 എ മന്ത്. എവരി എന്ന അർത്ഥത്തിൽ എ അല്ലെങ്കിൽ ആൻ എന്നിവയും ഉപയോഗിക്കുന്നുവെന്ന്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. അത് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഒരു വെർബിനെ നൗണായി ഉപയോഗിക്കുമ്പോഴും എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. ഷീ ഹാസ് ഗോൺ ഫോർ എ വാക്ക് എന്ന് പറയുന്നത് ഈ ഒരു സെൻറ്റൻസിൽ ശരിക്കും അതൊരു വെർബാണ്. വാക്ക് നടക്കുക എന്ന് പറയുന്ന ഒരു ക്രിയാരീതിയിലല്ലേ. പക്ഷേ അവിടെ ആ ഒരു സെൻറ്റൻസിൽ ഒരു നൗണാണ്, ഒരു നടത്തം, ആ രീതിയിൽ ഒരു നൗണാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു വെർബിനെ നൗണായി ഉപയോഗിക്കുമ്പോഴും എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. ഹാവ് എ ഗുഡ് സ്റ്റാർട്ട്, ഒരു നല്ല തുടക്കമാണ് അവിടുത്തെ നൗൺ വന്നേക്കുന്നത്. ഹാവ് എ ഗുഡ് സ്റ്റാർട്ട്. അപ്പോൾ ഒരു വെർബിനെ നൗണായി ഉപയോഗിക്കുമ്പോഴും എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഏതാണ് നാമം, പാർട്സ് ഓഫ് സ്പീച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാമം എന്താണ്, ക്രിയ എന്താണെന്നൊക്കെ ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വെർബിനെ നൗണായി ഉപയോഗിക്കുമ്പോഴും എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇത് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രൊഫഷൻ, പോസ്റ്റ്, റാങ്ക്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ, നാഷണാലിറ്റി തുടങ്ങിയവയ്ക്ക് മുന്നിൽ എ അല്ലെങ്കിൽ
ആൻ ഉപയോഗിക്കണം. എക്സാമ്പിൾ നോക്കുക, സീത ഈസ് എ ടീച്ചർ. ടീച്ചർ ആ ഒരു പ്രൊണൗൺസിയേഷൻ അനുസരിച്ചാണ് എ ആണോ ആനാണോ എന്ന് കൊടുക്കുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ ടീച്ചർ ആയതുകൊണ്ട് കൺസോണൻറ്റ് സൗണ്ട് ആയതുകൊണ്ട് എ ഉപയോഗിക്കുന്നു അല്ലേ. ഇപ്പോൾ സീത ഈസ് എ ടീച്ചർ. എന്താണ് ടീച്ചർ എന്ന് പറയുന്നത്? ഒരു പ്രൊഫഷനാണ്. പ്രൊഫഷൻ ആയതുകൊണ്ടാണ് അവിടെ എ വന്നേക്കുന്നത്. പ്രൊഫഷന് പോസ്റ്റ്, റാങ്ക്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ, നാഷണാലിറ്റി എന്നിവയ്ക്കൊക്കെ മുന്നിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഏതാണ് എ ആണോ ആനാണോ ഉപയോഗിക്കേണ്ടതെന്ന് ആ ഒരു പ്രൊണൗൺസിയേഷൻ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഹീ ഈസ് എ സ്ട്രിക്റ്റ് മുസ്ലിം, അതെന്ന് പറയുന്നത് ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ ഹീ ഈസ് എ സ്ട്രിക്റ്റ് മുസ്ലിം എന്ന് പറയുന്നത് അവിടെ ആ ഒരു രീതിയിൽ എന്താ പറയുക, കൺസോണൻറ്റ് ശബ്ദമായതുകൊണ്ട് പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയെ സൂചിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് എ ഉപയോഗിച്ചേക്കുന്നു, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചേക്കുന്നു. പിന്നെ ഹീ ഈസ് എ സർക്കിൾ ഇൻസ്പെക്ടർ, അതെന്ന് പറയുന്നത് റാങ്ക് അല്ലേ, പൊസിഷനാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിലും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. സർക്കിൾ കൺസോണൻ്റ് ആയതുകൊണ്ട് എ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഓർത്തിരിക്കുക. പ്രൊഫഷൻ, പോസ്റ്റ്, റാങ്ക്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ എന്നിവയ്ക്ക് മുമ്പിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. ശരിക്കും ഇത്രയൊക്കെ റൂൾസേ ഉള്ളൂ. എ ആണോ ആനാണോ എവിടെയാണ് ഏതാണോ ഉപയോഗിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് കൺസോണൻ്റ് ആണെങ്കിൽ എ ഉപയോഗിക്കുന്നു, അതുപോലെ വവ്വൽ ശബ്ദമാണെങ്കിൽ ആൻ ഉപയോഗിക്കുന്നുവെന്നും അറിഞ്ഞിരിക്കുക. കുറച്ച് എക്സെപ്ഷനും കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അതൊക്കെ ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എ ആനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂസസ് ഓഫ് ദ, ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദായുടെ യൂസസ് ആണ് നോക്കാൻ പോകുന്നത്. ദി എന്നൊക്കെ പറയുമോ അല്ലെങ്കിൽ ദാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ വേണം പറഞ്ഞ് പരീക്ഷയ്ക്ക് കറക്റ്റ് ഉത്തരം എഴുതിയാൽ മതി. ദായുടെ യൂസസ്. സോ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഒരു നിശ്ചിത വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ ഒക്കെ സൂചിപ്പിക്കാൻ ദ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ നോക്കുക, ദ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിൻറ്റ്. ഒരു പർട്ടിക്കുലർ, ഒരു നിശ്ചിത വ്യക്തി, ഒരു ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വസ്തു, അതിനെയൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കാനാണ് ദ മെയിൻലി ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഏറ്റവും ആദ്യം ഞാനൊരു ആപ്പിളിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. അവിടെയും നമ്മൾ ദായാണ് ഉപയോഗിച്ചത്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇന്നതാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സാധനത്തിനെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനോ ഒക്കെ ദ ഉപയോഗിക്കുന്നു. അതുപോലെ പ്രപഞ്ചത്തിലെ അതുല്യമായ വസ്തുക്കൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദ സൺ, ദ മൂൺ, ദ സ്റ്റാർസ്, ദ എർത്ത്, ദ വേൾഡ്, ദ ഗ്ലോബ്, ദ യൂണിവേഴ്സ്, ദ സ്കൈ, ദ പോൾസ്, ദ ഇക്വേറ്റർ, ദ ഹൊറൈസൺ, അങ്ങനെ വരുന്ന പ്രപഞ്ചത്തിലെ അതുല്യമായ വസ്തുക്കൾ ഓർത്തുകൊള്ളുക. പ്രപഞ്ചത്തിലെ അതുല്യമായ വസ്തുക്കൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും സെൻറ്റൻസ് എന്നിട്ട് അതിനകത്ത് ഡാഷ് സൺ എന്നായിരിക്കും, എ സൺ, ആൻ സൺ, അങ്ങനെയൊക്കെ ഓപ്ഷനുകളായിരിക്കും വരുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളുക, പ്രപഞ്ചത്തിലെ അതുല്യമായ വസ്തു അല്ലേ സൺ. സോ ദ സൺ, ദ മൂൺ, ദ സ്റ്റാർസ്, ദ എർത്ത്, ദ വേൾഡ്, ആ രീതിയിൽ പ്രപഞ്ചത്തിലെ അതുല്യമായ വസ്തുക്കൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു. എന്നാൽ ഹെവൻ, ഹെൽ, നേച്ചർ, ഗോഡ്, സ്പേസ്, പാരഡൈസ് എന്നിവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നില്ല എന്നും അറിഞ്ഞിരിക്കുക. ഓർക്കുക, ഹെവൻ, ഹെൽ, നേച്ചർ, ഗോഡ്, സ്പേസ്, പാരഡൈസ് എന്നിവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ആവശ്യമില്ല എന്നും ഈ കൂട്ടത്തിൽ എക്സെപ്ഷനായിട്ട് ഓർത്തിരിക്കുക. ഒരു വർഗത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏകവചന നാമത്തിന് മുൻപിൽ ദ ഉപയോഗിക്കുന്നു. ദ കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ എന്നൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തേക്ക് നിങ്ങൾ കണ്ടില്ലേ. ഈ കൗ എന്ന് പറയുന്നത് പശുക്കളെ എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഒരു രീതിയിലാണല്ലോ. പശു എന്ന് പറയുന്നത് ഉപകാരമുള്ള ഒരു മൃഗമാണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് അല്ലേ. അപ്പം ആ പശു എന്ന വിഭാഗത്തെയാണ് പറയുന്നത്. സോ ഒരു വർഗത്തെയാണ് അവിടെ പ്രതിനിധാനം ചെയ്യുന്നത് അല്ലേ, ആ കൗ. അപ്പോൾ അതിനു മുമ്പിൽ ദ ഉപയോഗിക്കുന്നു. ഓർക്കുക, ഒരു വർഗത്തെ അല്ലെങ്കിൽ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏകവചന നാമത്തിന് മുൻപിലും ദ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ, റഫറൻസ് ബുക്സ് തുടങ്ങിയവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു. ദ രാമായണ, ദ ഖുറാൻ, ദ ഗീത, ദ എൻസൈക്ലോപീഡിയ, ദ ഹിന്ദു, അതൊക്കെ എക്സാമ്പിളാണ് പറഞ്ഞ കാര്യങ്ങൾക്ക്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ, പിന്നെ റഫറൻസ് ബുക്ക്, ഇവയ്ക്കൊക്കെ മുമ്പിൽ ദ ഉപയോഗിക്കുന്നു. എന്നാൽ ഗ്രന്ഥകർത്താവിൻ്റെ പേരോടുകൂടിയ പുസ്തകത്തിന് മുൻപിൽ ദ ആവശ്യമില്ല എന്നും ഓർത്തിരിക്കുക. ഷേക്സ്പിയേഴ്സ് ടെമ്പസ്റ്റ്, അതുപോലെ ഹോമേഴ്സ് ഇലിയാഡ്, ഇതൊക്കെ അതിനൊരു ഉദാഹരണങ്ങളാണ്. അവിടെയായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തെ പോയിന്റ് പഠിച്ചതിൻ്റെ പുറത്ത് ദ ഷേക്സ്പിയേഴ്സ് ടെമ്പസ്റ്റ് എന്ന് കറപ്പിച്ച് മാർക്ക് കളയുന്നത്. ഓർത്തോളുക, ഗ്രന്ഥകർത്താവിൻ്റെ പേരോടുകൂടിയ പുസ്തകങ്ങൾക്ക് മുൻപിൽ ദ ആവശ്യമില്ല. അതിൻ്റെ എക്സാമ്പിളാണ് അവിടെ രണ്ടെണ്ണം കൊടുത്തേക്കുന്നത്. എന്നാൽ നോർമലായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങൾ, റെഫറൻസ് ബുക്ക് എല്ലാത്തിനും മുൻപിൽ ദ ഉപയോഗിക്കുന്നു. ഗ്രന്ഥകർത്താവിൻ്റെ പേരോടുകൂടിയതാണെങ്കിൽ ദ ആവശ്യമില്ല എന്നും ആ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. റിവേഴ്സ്
കനാൽസ്, സീസ്, ഓഷ്യൻസ്, സ്ട്രെയ്റ്റ്സ്, ഗൾഫ്സ് എന്നിവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. എക്സാമ്പിളുകൾ നോക്കുക. ദ നൈൽ, ദ സൂയിസ് കനാൽ, ദ അറേബ്യൻ സീ, ദ പസഫിക് ഓഷ്യൻ, ദ പാക് സ്ട്രെയ്റ്റ്, ദ പേർഷ്യൻ ഗൾഫ്, ഇതൊക്കെയാണ് എക്സാമ്പിളുകൾ. അപ്പോൾ റിവേഴ്സ്, കനാൽസ്, സീ, ഓഷ്യൻ, സ്ട്രെയ്റ്റ്, ഗൾഫ്സ് ഇതിൻ്റെയൊക്കെ മുൻപിൽ ദ ഉപയോഗിക്കുന്നത്. എല്ലാം ഇങ്ങനെ പഠിച്ച് ഓർത്തിരിക്കണം. റിപ്പീറ്റഡായിട്ട് കേട്ടോ അല്ലെങ്കിൽ വായിച്ചോ ഒക്കെ ഓർത്തിരിക്കണം. എങ്കിലേ ചോദ്യം കാണുമ്പോൾ ആ മൊമെൻറ്റിൽ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. ഒത്തിരി കൺഫ്യൂഷൻ ഒന്നും ഇവിടെയില്ല. ഈ ഐറ്റങ്ങൾ നോക്കി അങ്ങ് പഠിച്ചാൽ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. റിവേഴ്സ്, കനാൽ, സീ, ഓഷ്യൻ, സ്ട്രെയ്റ്റ്സ്, ഗൾഫ് എന്നിവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. അൾട്ടിമേറ്റ്, നെക്സ്റ്റ്, ലാസ്റ്റ് എന്നീ വാക്കുകൾക്ക് മുന്നിലായി ദ ഉപയോഗിക്കുന്നു. എക്സാമ്പിളുകൾ നോക്കുക. ദ അൾട്ടിമേറ്റ് ഗോൾ, ദ നെക്സ്റ്റ് ചാൻസ്, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ എക്സാമ്പിളുകളാണ് അല്ലേ. അൾട്ടിമേറ്റ്, നെക്സ്റ്റ്, ലാസ്റ്റ് എന്നീ വാക്കുകൾക്ക് മുന്നിലായി ദ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. മൗണ്ടൻ റേഞ്ചസ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്നിവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു. ദ ആൽപ്സ്, ദ ഹിമാലയാസ്, ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ഇതൊക്കെ എക്സാമ്പിളുകളാണ്. മൗണ്ടൻ റേഞ്ച്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ഇവയ്ക്കൊക്കെ മുന്നിൽ ദ ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. മൗണ്ടൻ റേഞ്ചിൻ്റെ എക്സാമ്പിളാണ് ഹിമാലയാസ്. ദ ഹിമാലയാസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഗ്രൂപ്പ് ഓഫ് ഐലൻഡാണ് ആൻഡമാൻ നിക്കോബാർ, ദ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. അപ്പോൾ മൗണ്ടൻ റേഞ്ചിനും ദ്വീപസമൂഹങ്ങളും ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനും ഒക്കെ മുന്നിൽ ദ ഉപയോഗിക്കുന്നു. എന്നാൽ സിംഗിൾ ഐലൻഡ്, മൗണ്ടൻ പീക്ക് അല്ലെങ്കിൽ ഹില്ല് എന്നിവയ്ക്ക് മുൻപിൽ ദ ചേർക്കരുത്. ശ്രീലങ്ക എന്നതൊരു സിംഗിൾ ഐലൻഡാണ്. ശ്രീലങ്കയ്ക്ക് മുന്നിൽ ദ ചേർക്കില്ല. എവറസ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ മൗണ്ടൻ പീക്കാണ്. അതിന് മുന്നിൽ ദ ചേർക്കില്ല. അതുപോലെ തന്നെയുമാണ് ആനമുടി, അതിന് മുന്നിലും ദ ചേർക്കില്ല. സിംഗിൾ ഐലൻഡ്, സിംഗിൾ മൗണ്ടൻ പീക്ക് അല്ലെങ്കിൽ സിംഗിൾ ഐലൻഡ്, മൗണ്ടൻ പീക്ക്, ഹില്ല് എന്നിവയ്ക്കൊക്കെ മുന്നിൽ ദ ചേർക്കില്ല എന്നറിഞ്ഞിരിക്കുക. നോർമലായിട്ടുള്ള മൗണ്ടൻ റേഞ്ചിനും ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. എന്നാൽ മൗണ്ടൻ പീക്ക്, കൊടുമുടി, സിംഗിൾ ഐലൻഡ്, ഹില്ല് ഇവയ്ക്കൊന്നും മുന്നിൽ ദ ഉപയോഗിക്കുന്നില്ല എന്നും അറിഞ്ഞിരിക്കുക. ദ്വീപസമൂഹത്തിൻ്റെ മുമ്പിൽ ദ ചേർക്കണം, എന്നാൽ ദ്വീപിൻ്റെ മുമ്പിൽ ദ ചേർക്കരുത്. പർവ്വതനിരയുടെ മുൻപിൽ ദ ചേർക്കണം, എന്നാൽ പർവ്വതത്തിൻ്റെ മുമ്പിൽ ദ ചേർക്കരുത്. ഐ വിൽ ക്ലൈംബ് എവറസ്റ്റ് എന്നതാണ് ശരിയായിട്ടുള്ളത്. ഐ വിൽ ക്ലൈംബ് ദ എവറസ്റ്റ് എന്ന് എഴുതാൻ പാടില്ല. അപ്പോൾ ഓർത്തുകൊള്ളുക, ദ്വീപസമൂഹമാണെങ്കിൽ അതിന് മുന്നിൽ ദ ചേർക്കണം. അതുപോലെ പർവ്വത നിരയുടെ മുന്നിൽ ദ ചേർക്കണം. എന്നാൽ ഒരു പർവ്വതത്തിനെ സ്പെഷ്യലായിട്ട് പറയുമ്പോൾ അതിന് മുന്നിൽ ദ ചേർക്കരുത്. ഹിമാലയൻ പർവ്വതനിരയ്ക്ക് മുമ്പിൽ നമ്മൾ ദ ചേർത്ത് ദ ഹിമാലയാസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു പർവ്വതമാണ് എവറസ്റ്റ്. എവറസ്റ്റിന് മുന്നിൽ നമ്മൾ ദ ചേർത്തില്ലല്ലോ. സോ അതൊന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ കേട്ട് പോകുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ നേരത്താണ് നമ്മളിത് ഈ പോയിൻ്റ് എല്ലാം ഓർക്കേണ്ടത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ദ വയലിൻ, ദ സാക്സോഫോൺ, ദ ഗിറ്റാർ, അങ്ങനെയൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. ബിഫോർ ദ നെയിംസ് ഓഫ് ഷിപ്സ് ആൻഡ് ട്രെയിൻസ്, എയ്റോപ്ലെയിൻസ്, സ്പേസ് ക്രാഫ്റ്റ്, കപ്പലുകൾ, ട്രെയിൻ, തീവണ്ടി, എയ്റോപ്ലെയിൻ, സ്പേസ് ക്രാഫ്റ്റ് ഇതിൻ്റെയൊക്കെ മുന്നിൽ നോർമലി ദ ഉപയോഗിക്കുന്നത്. ദ കേരള എക്സ്പ്രസ്, ദ INS ഡൽഹി, ഇതൊക്കെ എക്സാമ്പിളാണ്. അപ്പം ഷിപ്പ്, ട്രെയിൻ, എയ്റോപ്ലെയിൻ ഇതിൻ്റെയൊക്കെ മുന്നിൽ, സ്പേസ് ക്രാഫ്റ്റിൻ്റെയൊക്കെ മുന്നിൽ ദ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. ടാലൻറ്റ് അക്കാഡമീസ്, ദ ബെസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ദ ബെസ്റ്റ്, സൂപ്പർലേറ്റീവ് ആണല്ലോ, ദ ബെസ്റ്റ്, സൂപ്പർലേറ്റീവിന് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. ബിഫോർ സെർട്ടൺ എക്സ്പ്രഷൻസ് ഓഫ് ടൈം, ഒരു സമയത്തിൻ്റെ ചില പ്രത്യേക കാലത്തിന് മുന്നിൽ ദ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇൻ ദ ഈവനിങ്, ദ ഡേ ആഫ്റ്റർ എസ്റ്റർഡേ, ദ ഡേ ബിഫോർ എസ്റ്റർഡേ, ദ ഡേ ബിഫോർ എസ്റ്റർഡേ, ഇൻ ദ ഈവനിങ്, അതുപോലുള്ള സിറ്റുവേഷനുകളിൽ ദ ഉപയോഗിക്കുന്നു. വിശ്വവിഖ്യാതമായ സ്മാരകങ്ങൾക്ക് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. നമുക്കറിയാം താജ്മഹൽ ലോകപ്രശസ്തമല്ലേ. താജ്മഹൽ മുമ്പിൽ ദായുണ്ട്, വിശ്വവിഖ്യാതമായ സ്മാരകമാണ്. ദ താജ്മഹൽ, ദ രാജ്ഘട്ട്, ഇതൊക്കെ എക്സാമ്പിളാണ്. ഓർഡിനൽ നമ്പേഴ്സിന് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ തേർഡ്, ദ ഫോർത്ത്. അപ്പോൾ ആ രീതിയിൽ ഓർഡിനൽ നമ്പേഴ്സിന് മുന്നിൽ ദ ഉപയോഗിക്കുന്നുവെന്ന് ഓർത്തിരിക്കുക. ഔദ്യോഗിക സ്ഥാനങ്ങൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു. ദ പ്രസിഡന്റ്, ദ സെക്രട്ടറി, ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ആ രീതിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപിലും ദ ഉപയോഗിക്കുന്നു. ദ റേഡിയോ വാസ് ഇൻവെൻറ്റഡ് ബൈ മാക്രോണി. അപ്പോൾ ആ രീതിയിൽ ദ റേഡിയോ വാസ് ഇൻവെൻറ്റഡ് ബൈ മാക്രോണി, ഇതൊക്കെ എക്സാമ്പിളാണ്. ഇതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു. ഭാഷയുടെ പേരിനോട് ചേർന്ന് ലാംഗ്വേജ്, ഗ്രാമർ, ആൽഫബറ്റ് എന്നീ വാക്കുകൾ വന്നാൽ ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം. There are 26 letters in the English alphabet. ഭാഷയുടെ പേരിനോട് ചേർന്ന് ഓർക്കുക. ഇവിടെ കൊടുത്തേക്കുന്ന പോലെ ആൽഫബറ്റോ ലാംഗ്വേജോ ഗ്രാമറോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്നാൽ അതിൻ്റെ മുമ്പിൽ ദ ചേർക്കണം. ഭാഷയുടെ പേരിനോട് ചേർന്ന് ഇതൊക്കെ വന്നാൽ, ഈ ലാംഗ്വേജോ ഗ്രാമറോ ആൽഫബറ്റോ ഒക്കെ വന്നാൽ ദ ചേർക്കണം.
ദ ഈസ് യൂസ്ഡ് ബിഫോർ പാർട്സ് ഓഫ് വൺസ് ബോഡി. ഒരാളുടെ ശരീരഭാഗങ്ങൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു. ദ ഷോൾഡർ, ദ നീ, ദ ഹെഡ്, ആ രീതിയിൽ ശരീരഭാഗങ്ങൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ദിക്കുകൾക്ക്, ബിഫോർ ഡയറക്ഷൻസ്, ദിക്കുകൾക്ക് മുൻപിൽ ദ നോർത്ത്, ദ സൗത്ത്, ദ ഈസ്റ്റ്, ദ വെസ്റ്റ്, ഇതിൻ്റെയൊക്കെ മുൻപിൽ ദ ഉണ്ട് എന്ന് ഓർക്കുക. പിന്നെ അഡ്ജക്റ്റീവ്സ്, വെൻ ദോസ് അഡ്ജക്റ്റീവ്സ് ആർ യൂസ്ഡ് ആസ് നൗൺസ്, അഡ്ജക്റ്റീവ്സിന് മുന്നിൽ, അഡ്ജക്റ്റീവ്സിനെ നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് മുന്നിൽ ദ ചേർക്കുന്നു. ദ റിച്ച് ഷുഡ് ഹെൽപ്പ് ദ പുവർ. പുവർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്, അപ്പോൾ അതിന് മുന്നിൽ പിന്നെ ദ റിച്ച് എന്ന് പറയുന്ന ആ രീതിയിൽ ദ റിച്ച് ഷുഡ് ഹെൽപ്പ് ദ പുവർ, രണ്ടിൻ്റെയും മുന്നിൽ ദ ചേർത്തിട്ടില്ലേ, അപ്പോൾ അഡ്ജക്റ്റീവ്സിന് മുന്നിൽ ദ ചേർക്കുന്നു. അത് നൗണായിട്ട് ഉപയോഗിക്കും. when the with we use the with adjectives when those adjectives are used as nouns. adjectives noun ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ദ ഉപയോഗിക്കുന്നു. ഇനി ആർട്ടിക്കിൾസ് ഉപയോഗിക്കാത്ത കുറച്ച് സന്ദർഭങ്ങളാണ് പറയുന്നത്. വ്യക്തികൾ, സ്ഥലങ്ങൾ എന്നിവയ്ക്ക് മുൻപിൽ ദ ആവശ്യമില്ല. മോഹൻ ഈസ് ആൻ എഞ്ചിനീയർ, ഹി ബിലോങ്സ് ടു ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്. ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ വ്യക്തിയാണ്, മോഹൻ എന്ന് പറയുന്നൊരു വ്യക്തിയല്ലേ, അപ്പോൾ അവൻ്റെ മുന്നിൽ, അയാളുടെ മുന്നിൽ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വ്യക്തികൾ, സ്ഥലങ്ങൾ എന്നിവയ്ക്ക് മുന്നിൽ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, നഗരങ്ങൾ എന്നിവയ്ക്ക് മുൻപിൽ ദ ആവശ്യമില്ല. ഹി വെൻ ടു ജർമ്മനി ലാസ്റ്റ് ഇയർ. ഹി വെൻ ടു ദ ജർമ്മനി എന്ന് പറയത്തില്ല, ഹി വെൻ ടു ജർമ്മനി ലാസ്റ്റ് ഇയർ. അപ്പോൾ ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, നഗരങ്ങൾ എന്നിവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കത്തില്ല. എന്നാൽ യുണൈറ്റഡ് ആയി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു. ദ യുണൈറ്റഡ് കിങ്ഡം, ദ USA, ദ UAE, അതൊക്കെ എക്സാമ്പിളാണ്. യുണൈറ്റഡ് ആയി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ ദ ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. എന്നാൽ ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, നഗരങ്ങൾ എന്നിവയ്ക്ക് കോമൺ ആയിട്ടതിന് മുന്നിൽ ദ ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ കൺഫ്യൂഷൻ വരാവുന്നതാണ്, കറക്റ്റായിട്ട് മനസ്സിലാക്കി പൊക്കോണം. ചില സമൂഹമായി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ ദ ഉപയോഗിക്കാറുണ്ട് എന്നും ഓർത്തിരിക്കുക. ദ നെതർലാൻഡ്, ദ സുഡാൻ, ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, ഇതൊക്കെ ഇതുപോലെ ചില സമൂഹമായി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ ദ ഉപയോഗിക്കുന്നുണ്ട്. ഭാഷകൾക്ക് മുന്നിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഭാഷകളുടെ കൂടെ എക്സാമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ മറ്റേ ആൽഫബറ്റോ അങ്ങനെയൊക്കെ വന്നാൽ മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഗ്രീക്ക് അതിൻ്റെയൊക്കെ മുന്നിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. എന്നാൽ ഭാഷകൾക്ക് മുൻപിൽ ദ വന്നാൽ ആ ഭാഷ സംസാരിക്കുന്ന രാജ്യത്തെ ആൾക്കാർ എന്നാണ് അർത്ഥം. ദ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ രാജ്യത്തെ ആൾക്കാരാണ് എന്നുള്ള രീതിയാണ്, ബ്രിട്ടീഷുകാരാണ് ഒരു പൊതുവെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഭാഷകൾക്ക് മുൻപിൽ ദ വന്നാൽ ആ ഭാഷ സംസാരിക്കുന്ന രാജ്യത്തെ ആൾക്കാരെന്നാണ് അർത്ഥമാക്കുന്നത്. കായികം, വിനോദം എന്നിവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ ദ ആവശ്യമില്ല. വി പ്ലേ ഫുട്ബോൾ എവറി ഈവനിങ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ കായികം, വിനോദം എന്നിവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ ദ ആവശ്യമില്ല എന്ന് ഓർത്തിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവയ്ക്ക് മുൻപിൽ ദ ആവശ്യമില്ല. ഐ യൂഷ്വലി ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് at 8 AM. ഐ യൂഷ്വലി ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയത്തില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവയ്ക്ക് മുന്നിൽ ദ ആവശ്യമില്ല. എന്നാൽ അവയ്ക്ക് മുന്നിൽ ഒരു അഡ്ജക്റ്റീവ് വന്നാൽ അഡ്ജക്റ്റീവിന് മുന്നിൽ ആർട്ടിക്കിൾ ചേർക്കണം. ഐ ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ഐ ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാഡ് ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയത്തില്ല, ഐ ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. കാരണം അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിന് മുന്നിൽ അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നിൽ ആർട്ടിക്കിൾ അവിടെ എ ചേർത്തേക്കുന്നു കറസ്പോണ്ടിങ് ആയിട്ട്. മദർ, ഫാദർ, അങ്കിൾ, ആൻറ്റ് എന്നിവയ്ക്ക് മുന്നിൽ ദ ആവശ്യമില്ല. എന്നാൽ പൊസസീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കണം. മൈ ഫാദർ, മൈ അങ്കിൾ, ആ രീതിയിൽ. അപ്പം പൊസസീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നു. എന്നാൽ മൈ ഫാദർ, മദർ, അങ്കിൾ, ആൻറ്റ് എന്നിവയ്ക്ക് മുന്നിൽ ദ ആവശ്യമില്ല എന്നും അറിഞ്ഞിരിക്കുക. ആഘോഷങ്ങളുടെ പേരുകൾക്ക് മുന്നിലായി ദ ഉപയോഗിക്കാറില്ല. ഇറ്റ് ഈസ് നൈസ് ടു ബി വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അറ്റ് ക്രിസ്മസ് ഒരു എക്സാമ്പിളാണ്. ക്രിസ്മസിന് മുന്നിൽ ദ ഉപയോഗിച്ചിട്ടില്ലല്ലോ.